السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരങ്ങളെ, കേരളത്തിൽ നവോത്ഥാന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന മഹത്തായ ആദർശ പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനം വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കേരള മുസ്ലിം സമൂഹത്തിനിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. ഇസ്ലാമിക ആദർശ രംഗത്ത് സജീവമായി ഇടപെടുന്ന മഹത്തായ ഈ ആദർശ പ്രസ്ഥാനം ഖുർആനും സുന്നത്തും മുന്നോട്ട് വെക്കുന്ന ആശയാദർശങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിനെതിരെ സജീവമായി എക്കാലഘട്ടത്തിലും പുരോഹിതന്മാർ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ഇസ്ലാം പഠിപ്പിക്കാത്തതും പിൽക്കാലഘട്ടത്തിൽ സമൂഹത്തിൽ കടന്നു വന്നതുമായ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും സമൂഹത്തിൽ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് എക്കാലഘട്ടത്തിലും പൗരോഹിത്യം പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നേരിടുന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ തടയിടുവാൻ വേണ്ടി പുരോഹിതന്മാർ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് പല വിഷയത്തിലും കേരള സമൂഹത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിത്തീർന്നിട്ടുണ്ട്. ഏതൊരു വിഷയത്തെയും ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കിക്കൊണ്ട് ആ അഭിപ്രായ വ്യത്യാസത്തിന് തീർപ്പ് കൽപ്പിക്കേണ്ടതിന് പകരം പുതിയ പുതിയ ചിന്താഗതികൾ ആവിഷ്കരിച്ചുകൊണ്ടും പുതിയ പുതിയ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും സമൂഹത്തിൽ ഊട്ടിയുറപ്പിക്കാനാണ് പൗരോഹിത്യം എക്കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ഇസ്ലാമിക പ്രസ്ഥാനം ഇടപെടുമ്പോൾ സ്വാഭാവികമായും പൗരോഹിത്യം ഉയർത്തിവിടുന്ന ഒരു ചോദ്യമാണ് വാദപ്രതിവാദത്തിനും സംവാദങ്ങൾക്കും നിങ്ങൾ തയ്യാറുണ്ടോ എന്നത്. വാദപ്രതിവാദത്തിന് തയ്യാറുണ്ടോ എന്ന പുരോഹിതന്മാരുടെ വെല്ലുവിളി കേൾക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ ഇവരുടെ ഭാഗത്ത് എന്തോ ശരിയുണ്ട് എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. വാദപ്രതിവാദത്തിലുള്ള വെല്ലുവിളി സജീവമാകുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം നിർബന്ധ ഘട്ടത്തിൽ വാദപ്രതിവാദ വെല്ലുവിളികൾ സ്വീകരിക്കാറുണ്ട്. വാദപ്രതിവാദം എന്നത് ഒരു നയമായി സ്വീകരിച്ച പ്രസ്ഥാനമല്ല മുജാഹിദ് പ്രസ്ഥാനം. എന്നാൽ ഇസ്ലാമിക ആദർശത്തിനെതിരെ പൗരോഹിത്യം കടന്നു വന്നുകൊണ്ട് വെല്ലുവിളിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാകുന്ന ഘട്ടത്തിൽ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് പൗരോഹിത്യത്തിന്റെ വാദമുനകളെ ഒടിച്ചുകളയുവാൻ എക്കാലഘട്ടത്തിലും മുജാഹിദ് പ്രസ്ഥാനം ശ്രമിച്ചിട്ടുമുണ്ട്. അത്തരം ഒരു സംവാദമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ തലശ്ശേരിയിൽ നടന്നത്. അള്ളാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീ സമൂഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അവകാശമാണ് അവന്റെ പള്ളികളിൽ വന്നുകൊണ്ട് ആരാധന നിർവഹിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും സ്ത്രീകൾക്ക് പള്ളിയിലുള്ള അവകാശത്തെ തടയുകയും സ്ത്രീകൾ പള്ളിയിൽ വന്ന് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കൽ ഹറാമാണ് എന്ന് വാദിക്കുകയും ചെയ്തുകൊണ്ടാണ് പൗരോഹിത്യം ഇവിടെ നിലനിൽക്കുന്നത്. എന്നാൽ തലശ്ശേരി വാദപ്രതിവാദത്തിൽ പുരോഹിതന്മാർ വന്നപ്പോൾ അവരുടെ വാദം പോലും എഴുതുവാനുള്ള ധൈര്യം അവർക്കുണ്ടായില്ല എന്നത് ഈ സംവാദത്തിന്റെ സവിശേഷതയായി നിലനിൽക്കുകയാണ്. നാടൊട്ടുക്കും സ്ത്രീകൾ പള്ളിയിൽ വരുന്നത്
ഹറാമാണ് എന്ന് പറഞ്ഞു നടന്നിരുന്നവർ തലശ്ശേരി സംവാദ കരാറിൽ തങ്ങളുടെ വാദം പോലും എഴുതാനുള്ള ധൈര്യം കാണിക്കാതെ പുതിയ ഒരു വാദം ഉന്നയിച്ചുകൊണ്ടാണ് വാദപ്രതിവാദത്തിന് രംഗത്ത് വന്നത്. വാദപ്രതിവാദത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ശ്രമിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. സ്ത്രീകൾ പള്ളിയിൽ പോകൽ അനുവദനീയമാണോ എന്ന വിഷയത്തിൽ ഇമാം ഷാഫിയുടെ ഗ്രന്ഥങ്ങൾ എന്തു പറയുന്നു എന്ന വിഷയത്തിലാണ് തലശ്ശേരിയിൽ ഒരു സംവാദം അരങ്ങേറിയത്. മദ്ഹബുവാദികളായ ഷാഫി മദ്ഹബുകാരാണ് എന്ന് അഭിമാനിക്കുന്ന ആളുകൾക്ക് സ്വന്തം ഇമാമിന്റെ പിൻബലം പോലും ഈ വിഷയത്തിൽ ഇല്ല എന്ന് തെളിയിച്ചു കൊടുക്കുവാൻ തലശ്ശേരി സംവാദത്തിലൂടെ മുജാഹിദുകൾക്ക് സാധിച്ചു. നിങ്ങൾ കേൾക്കാനിരിക്കുന്ന സംവാദത്തിന്റെ തുടക്കം മുതൽ ശ്രദ്ധിച്ചാൽ അതിന്റെ വിഷയാവതരണത്തിൽ തന്നെ തങ്ങളുടേതായ ആദർശപാപ്പരത്വം പുരോഹിതന്മാർ വ്യക്തമാക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ട അനവധി ഹദീസുകൾ ഒന്നായി മുജാഹിദ് പക്ഷം ഉദ്ധരിച്ചപ്പോൾ മറുഭാഗം പറഞ്ഞത് ഇമാം ഷാഫിയുടെ ഉദ്ധരണികൾ വേണം, ഇമാം ഷാഫിയുടെ ഉദ്ധരണികളല്ല നിങ്ങൾ ഉദ്ധരിച്ചത് എന്നാണ്. യഥാർത്ഥത്തിൽ മുജാഹിദുകൾ ഉദ്ധരിച്ച ഓരോ ഹദീസുകളും ഇമാം ഷാഫിയുടെ ഗ്രന്ഥത്തിൽ നിന്നാണ് എന്ന വിവരം പോലും ഇല്ലാതെയാണ് മറുപക്ഷം വാദപ്രതിവാദത്തിന് വന്നത് എന്നത് ഈ സംവാദം കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയത്തിൽ പറയുന്ന വാദങ്ങൾ കേരളത്തിലെ ഏതൊരാൾക്കും അറിയാവുന്നതും അവർ മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. അള്ളാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകൾ അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് നമസ്കരിക്കൽ അനുവദനീയമാണ്, അതവർക്ക് കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന വാദമാണ് മുജാഹിദുകൾ ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ മറുഭാഗം മുജാഹിദുകളുടെ വാദമായി കൊണ്ടുവന്നതാകട്ടെ MCC അഹമ്മദ് മൗലവി ഒരു കാലഘട്ടത്തിൽ അൽമനാറിൽ എഴുതിയ ലേഖനങ്ങൾ, ആ ലേഖനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മുജാഹിദ് വാദം സമർപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. യാഥാർത്ഥ്യമാകട്ടെ 1953 കാലഘട്ടങ്ങളിൽ MCC ഉന്നയിച്ച വാദഗതികൾക്ക് അക്കാലഘട്ടത്തിലെ മുജാഹിദ് പണ്ഡിതന്മാർ തന്നെയും വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട് എന്നതാണ്. കെ ഉമർ മൗലവി 1953 കാലഘട്ടങ്ങളിലെ അൽമനാറിലൂടെ MCCയുടെ പുതിയ വാദങ്ങൾ എന്ന പേരിൽ തന്നെ മറുപടി എഴുതിയ വിഷയം മുജാഹിദ് വാദമായി ഉന്നയിച്ചുകൊണ്ടാണ് മറുഭാഗം വന്നത് എന്നത് തന്നെ അവരുടെ ആദർശ പാപ്പരത്വം വ്യക്തമാക്കാൻ സഹായിക്കുന്നതാണ്. അതിനുശേഷം സംവാദത്തിലുടനീളം മറുഭാഗം എടുത്തുധരിക്കാൻ ശ്രമിച്ചത് ഇമാം ഷാഫിയുടെ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന ഗ്രന്ഥമാണ്. ആ ഇഖ്തിലാഫുൽ ഹദീസിലെ ഉദ്ധരണികൾ ഇമാം ഷാഫിയുടെ ഉദ്ധരണികൾക്ക് തന്നെ മറുപടിയായിക്കൊണ്ടാണ് മറുഭാഗം ഉദ്ധരിച്ചിട്ടുള്ളത്. മുജാഹിദ് പക്ഷം ഇമാം ഷാഫിയുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ അതിന്റെ മറുവാദമായി വന്നവരും ഇമാം ഷാഫിയുടെ ഗ്രന്ഥങ്ങൾ തന്നെ ഉദ്ധരിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംശയം ഉണ്ടാകാം. രണ്ടുകൂട്ടരും ഇമാം ഷാഫിയുടെ ഗ്രന്ഥമാണല്ലോ ഉദ്ധരിക്കുന്നത്. യഥാർത്ഥമാകട്ടെ മറുഭാഗം ഉദ്ധരിച്ചത് മുഴുവൻ ഇമാം ഷാഫിയുടെ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. ഇമാം ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഇഖ്തിലാഫുൽ ഹദീസിന് ശേഷം അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് കിതാബുൽ ഉമ്മ. ഇഖ്തിലാഫുൽ ഹദീസിന് ശേഷമാണ് ഇമാം ഷാഫിയുടെ ഉമ്മ ക്രോഡീകരിക്കപ്പെടുന്നത്. ആ ഇഖ്തിലാഫുൽ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ ഇമാം ഷാഫി ഉമ്മിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല കിതാബുൽ ഉമ്മിൽ പല സ്ഥലത്തും ഇഖ്തിലാഫുൽ ഹദീസിനെ എടുത്തുധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. കിതാബുൽ ഉമ്മിൽ ഇഖ്തിലാഫുൽ ഹദീസിനെ എടുത്തുധരിക്കുമ്പോൾ തന്നെ ഇമാം ഷാഫി ഉമ്മിന് മുമ്പാണ് ഇഖ്തിലാഫുൽ ഹദീസ് ക്രോഡീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അതുപോലെ തന്നെ ഇമാം ഷാഫി തന്റെ കിതാബുൽ ഉമ്മിൽ ബാബുൽ ആനിയത്തി അല്ലത്തി യുതവല്ലഹു ഫീഹാ വലാ യുതവല്ലഹു എന്ന അധ്യായത്തിൽ
ബാബു മുസ്ലിം ജിലൈൻ എന്ന അധ്യായത്തിലും ബാബു സുജൂദ് തിലാവത്തി വശുക്ർ എന്ന അധ്യായത്തിലും ബാബു സആത്തില്ലത്തി തുക്റഹു ഫീഹ സ്വലാ എന്ന് പറയുന്ന അധ്യായങ്ങളിലെല്ലാം തന്നെ ഇഖ്തിലാഫുൽ ഹദീസിലെ ഉദ്ധരണികളെ എടുത്തുദ്ധരിക്കാൻ നമുക്ക് കാണാൻ കഴിയും. അഥവാ ഇഖ്തിലാഫുൽ ഹദീസിന് ശേഷമാണ് ഉമ്മു ക്രോഡീകരിച്ചത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അതിനു പുറമെ ഇമാം ഷാഫിയുടേതായി നിരവധി അനവധി ഗ്രന്ഥങ്ങൾ ഉണ്ട്. പിൽക്കാലഘട്ടത്തിൽ വന്ന ഷാഫി മദ്ഹബുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉന്നതമായ ഏറ്റവും ശക്തമായ അഭിപ്രായം എന്ന നിലക്ക് മനസ്സിലാക്കുന്നതും ഇമാം ഷാഫിയുടെ ഉമ്മിൽ വന്നതാണ്. വളരെ വ്യക്തമായി ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ ഇത് വ്യക്തമാക്കി നമുക്ക് കാണാൻ കഴിയും. വനസ്സുൽ ഉമ്മി അഖ്വാ ഇൻദൽ അസ്ഹാബ് എന്ന് പണ്ഡിതന്മാർ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. അഥവാ ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ ഉമ്മ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ് ഏറ്റവും ശക്തമായത് എന്നാണ് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ പറയുന്നത്. മറുഭാഗം തങ്ങൾ ഷാഫി മദ്ഹബുകാരാണ് എന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വരികയും ഷാഫി ഇമാമിന്റേതായ അഭിപ്രായങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്യുമ്പോൾ ഉമ്മിൽ നിന്നായിരുന്നില്ല അവരുടെ വാദങ്ങൾ ഉന്നയിച്ചത് എന്ന് തന്നെ ഇവിടെ ശ്രദ്ധേയമാണ്. നേരെ മറിച്ച് ഏറ്റവും ശക്തമായത് എന്ന് ഷാഫി മദ്ഹബുകാർ പറഞ്ഞ കിതാബുൽ ഉമ്മിലെ ഉദ്ധരണികൾക്ക് മറുപടിയായി മറുഭാഗം ഉദ്ധരിക്കുന്നതാകട്ടെ ഇഖ്തിലാഫുൽ ഹദീസിലെ അഭിപ്രായങ്ങളാണ് താൻ. ഇവിടെ തന്നെയും ഷാഫി മദ്ഹബുകാരാണ് എന്ന് വാദിക്കുന്നവർക്ക് ഷാഫി ഇമാമിന്റെ ഗ്രന്ഥങ്ങൾ പോലും പരിചയമില്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. മുജാഹിദ് പക്ഷമാകട്ടെ ഷാഫി ഇമാമിന്റെ ഏറ്റവും ശക്തമായ അഭിപ്രായം എന്ന് ഷാഫി പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തിയ കിതാബിൽ ഉമ്മിൽ നിന്നാണ് തെളിവുകൾ ഉദ്ധരിച്ചിട്ടുള്ളത് എന്നും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയാണ്. ആ കിതാബിൽ ഉമ്മിലെ ഉദ്ധരണികളെ ഗണ്ണിക്കുവാൻ ഒരിക്കലും ഇഖ്തിലാഫുൽ ഹദീസ് എന്ന കിതാബുൽ ഉമ്മു ക്രോഡീകരിക്കുന്നതിന് മുമ്പ് ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം പര്യാപ്തമല്ല എന്നതും വളരെ വ്യക്തമായി ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല ഇമാം ഷാഫിയുടെ ഉസൂലുകൾ വെച്ചുകൊണ്ട് നിലപാടുകൾ എന്തായിരിക്കണം എന്നതും മുജാഹിദ് പക്ഷം ഈ സംവാദത്തിലൂടെ തെളിയിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഷാഫി മദ്ഹബുകാരാണ് എന്ന് വാദിക്കുന്ന ആളുകൾക്ക് ഷാഫി ഗ്രന്ഥങ്ങൾ പരിചയമില്ലെന്നും ഷാഫി ഇമാമിന്റെ നിലപാട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നും മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ അടിയാത്തികൾക്ക് അവന്റെ പള്ളിയിൽ വന്ന് നമസ്കരിക്കാനുള്ള അനുവാദം ഇസ്ലാം വകവെച്ചു കൊടുത്തിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ ഈ സംവാദം ഉപകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതിലുപരിയായിക്കൊണ്ട് കേരളമൊട്ടാകെ മുജാഹിദ് പ്രസ്ഥാനത്ത് വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ച് നടക്കുകയും മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരെ വാദപ്രതിവാദത്തിന് കിട്ടിയാൽ മുക്കിൽ വലിക്കുമെന്ന് മുദ്രാവാക്യം വിളിക്കുന്നവരുമായ ആളുകൾക്ക് അവരുടെ പരാജയം തുറന്നു സമ്മതിക്കേണ്ടി വന്ന ഒരു സംവാദമായി തലശ്ശേരി സംവാദം മാറുകയാണ്. അതിന്റെ നേർ രൂപം നിങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن يمسسك الله بضر فلا كاشف له إلا هو وإن يردك بخير فلا راد لفضله يصيب به من يشاء من عباده وهو الغفور الرحيم قل يا أيها الناس قد جاءكم الحق من ربكم فمن اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها وما أنا عليكم بوكيل واتبع ما يوحى إليك واصبر حتى يحكم الله وهو خير الحاكمين. പരിപാടി ആരംഭിക്കുകയാണ്. എല്ലാവരും സദസ്സിൽ അവരുടെ വളണ്ടിയേഴ്സ് അല്ലാത്തവരൊക്കെ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് നാം തീരുമാനിച്ചത്
10 മണിയായിരുന്നു. 10:30 നമ്മൾ പരിപാടി ആരംഭിക്കുകയാണ്. ഇവിടെ വളരെ പ്രസക്തമായൊരു വിഷയത്തിൽ സംവാദം നടക്കുകയാണ്. സുന്നികളും മുജാഹിദുകളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ സുന്നികൾക്കും മുജാഹിദുകൾക്കും സുപരിചിതരായ രണ്ടു പക്ഷത്തിന്റെയും ആളുകൾ തന്നെയാണ് സംവാദത്തിൽ ഇപ്പോൾ ഇവിടെയുമുള്ളത്. നാം ഇതിന് തൊട്ടുമുമ്പ് പല സംവാദങ്ങളിലും അൽഹംദുലില്ലാഹ് ഒന്നിച്ചിരുന്ന് സംവാദങ്ങൾ നടത്തുകയും അതിനുശേഷം വ്യവസ്ഥ വളരെ ക്ലിയറായ ഒരവസ്ഥ തലശ്ശേരിയിലുണ്ടായപ്പോൾ ആ വ്യവസ്ഥയിൽ ശ്രദ്ധേയമായൊരു വിഷയത്തിൽ തന്നെ സംവാദം നടത്താൻ തീരുമാനിച്ചപ്പോൾ തന്നെ സുന്നികൾ വളരെ സന്തോഷത്തിലായിരുന്നു. മുജാഹിദുകളും ആ നിലയിൽ സന്തോഷത്തിൽ തന്നെയാണ് വന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പരസ്പരം. അതുകൊണ്ട് വൈകി സമയം എന്നതുകൊണ്ട് തന്നെ ഞാൻ ആമുഖം നീട്ടുന്നില്ല. സംവാദത്തിന്റെ വ്യവസ്ഥ വായിക്കുകയാണ്. ഇവിടെ വളണ്ടിയേഴ്സൊക്കെ രണ്ടു പക്ഷത്തു നിന്നുള്ള 10 വീതം വളണ്ടിയേഴ്സ് ഉണ്ട്. അവർ ഈ സദസ്സ് നിയന്ത്രിക്കാനുണ്ടാവും. ആമുഖമായി പറയുകയാണ്, സദസ്സിൽ നിന്നാരും പരസ്പരം ഇടപെടുകയോ ഈ സദസ്സിന്റെ മാന്യതയ്ക്ക് യോജിക്കാത്ത രൂപത്തിലുള്ള പെരുമാറ്റങ്ങളോ ശ്രമങ്ങളോ ഉണ്ടാവരുതെന്ന് ആമുഖമായി എല്ലാ സുഹൃത്തുക്കളോടും ഉണർത്തുകയുമാണ്. അതോടൊപ്പം ഈ സംവാദത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം മേഖലാ SYS-ഉം IS-ഉം തലശ്ശേരി മേഖലാ കമ്മിറ്റിയും തമ്മിൽ നടന്ന ചർച്ചകളുടെ കത്തുകളുടെ അടിസ്ഥാനത്തിലാണ് സംവാദം ഇവിടെ നടക്കുന്നതെങ്കിലും ഇതിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം മധ്യസ്ഥന്മാരായ മുജാഹിദ് പക്ഷത്തെയും സുന്നി പക്ഷത്തെയും 2 ആളുകളാണ്. ഇതിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം അവരുടെ കയ്യിലാണ് ഉണ്ടാവുക. മുജാഹിദ് പക്ഷത്ത് നിന്ന് സുഹൃത്ത് നബീൽ രണ്ടത്താണിയും സുന്നി പക്ഷത്തെ ഞാനുമാണ് മധ്യസ്ഥനായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വ്യവസ്ഥ വായിക്കുകയാണ്. വ്യവസ്ഥയുടെ പകുതി ഭാഗം ഇൻഷാ അല്ലാഹ് വായിച്ച് അതിന്റെ ബാക്കി ഭാഗം നബീൽ രണ്ടത്താണി വായിക്കുന്നതാണ്. SYS തലശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയും ISM തലശ്ശേരി മേഖലാ കമ്മിറ്റിയും തമ്മിൽ നടന്ന എഴുത്തുകുത്തുകളുടെ അടിസ്ഥാനത്തിൽ സുന്നി മുജാഹിദ് സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കാൻ 31/10/2010 ഉച്ചയ്ക്ക് ശേഷം തലശ്ശേരി MSS ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തവരും തീരുമാനങ്ങളും. മുജാഹിദ് വിഭാഗം K. അബ്ദുൽ ഖാദർ, മുഹമ്മദ് ഹനീഫ്, മുഹമ്മദ് ബഷീർ ദാരിമി, ബാദുഷാ ബാക്കവി, അമീർ ഒതുക്കുങ്ങൽ, സമീർ ഫാറൂഖി. സുന്നി വിഭാഗം KP നൌഷാദ് ഹസനി, അഹമ്മദ് കുട്ടി സക്കാഫി, അബ്ദുൽ ഖാദർ ഹസനി ചാപ്പനങ്ങാടി, നൌഷാദ് സക്കാഫി മുണ്ടകുറ്റി, മുഹമ്മദ് റഫീഖ് ഹസനി, മുഹമ്മദ് ഫൈസൽ ഹസനി. 1. വിഷയം സ്ത്രീകളുടെ ജമാഅത്ത് ജുമുഅ എന്നതാണ് വിഷയം. അതിലെ വാദം, മുജാഹിദ് വാദം, സ്ത്രീകൾ ജമാഅത്ത് നമസ്കരിക്കാൻ പള്ളിയിൽ പോകൽ അനുവദനീയമാണ്, കൂലി കിട്ടുന്ന കാര്യവുമാണ്. സുന്നിവാദം, സ്ത്രീകൾ ജമാഅത്ത് നമസ്കരിക്കാൻ പള്ളിയിൽ പോകൽ ഇസ്ലാമികമല്ല, കൂലി കിട്ടുന്ന കാര്യവുമല്ല. 2. തെളിവുകൾ. മേൽവാദങ്ങൾ ഇരുവിഭാഗവും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് തെളിയിക്കേണ്ടതാണ്. 3. സംവാദ രൂപം. എ. ഇരുവിഭാഗവും 30 മിനിറ്റ് വീതം വിഷയം അവതരിപ്പിക്കുക. ആദ്യ വിഷയം അവതരിപ്പിക്കുന്നവരെ സംവാദ സമയത്ത് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുന്നതാണ്. ബി. തുടർന്ന് ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് രണ്ടാമത് വിഷയം അവതരിപ്പിച്ചവർ ചോദ്യം ചോദിക്കുകയും മറുവിഭാഗം മറുപടി പറയുകയും ചെയ്യുക. പിന്നീട് രണ്ടാമത് വിഷയം അവതരിപ്പിച്ചവരോട് ആദ്യം വിഷയം അവതരിപ്പിച്ചവർ ചോദ്യം ചോദിക്കുകയും മറുവിഭാഗം മറുപടി പറയുകയും ചെയ്യുക.
4. ചോദ്യം ചോദിക്കാനും മറുപടി പറയാനും അനുവദിക്കപ്പെടുന്ന സമയം 4 മിനിറ്റ് വീതമായിരിക്കും. ഇങ്ങനെ ഓരോ വിഭാഗത്തിനും 1 മണിക്കൂർ വീതം അനുവദിക്കുന്നതാണ്. ഇനി 5 മുതൽ ബാക്കിയുള്ള ഭാഗം നബിയിൽ വായിക്കുന്നതാണ്. എല്ലാവരുടെയും സമ്പൂർണ്ണ ശ്രദ്ധയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് സത്യം ബോധ്യമാവാനും ആഖിറത്തിനു വേണ്ടിയുമുള്ള ഒരു സംവാദമാണെന്ന തീർച്ച എല്ലാവർക്കുമുണ്ടെന്നറിയാം. എങ്കിലും ആ ഓർമ്മ എല്ലാവരും ഒന്നുകൂടി പുതുക്കുമെന്ന വിശ്വാസത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകർ, വായിച്ച വ്യവസ്ഥയുടെ ബാക്കി ഭാഗം വായിക്കുകയാണ്. 5. അവസാനം ഇരുവിഭാഗത്തിനും 5 മിനിറ്റ് വീതം അവലോകനത്തിന് അവസരമുണ്ടാകും. ആദ്യം ആരവലോകനം നടത്തണമെന്ന് നറുക്കിട്ട് തീരുമാനിക്കുന്നതാണ്. 6. ഓരോരുത്തരും ഉദ്ധരിക്കുന്ന തെളിവുകൾ മറുവിഭാഗം ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥന്മാർ മുഖേന കാണിച്ചു കൊടുക്കേണ്ടതാണ്. 7. ഇരുവിഭാഗത്തു നിന്നും 7 വീതം പണ്ഡിതന്മാരും 50 വീതം ശ്രോതാക്കളും പങ്കെടുക്കാവുന്നതാണ്. 8. ഇരുവിഭാഗത്തിൽ നിന്നും ഓരോ മധ്യസ്ഥന്മാരെ തിരഞ്ഞെടുക്കേണ്ടതാണ്. 9. സംവാദത്തിന്റെ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ഇരു കക്ഷികൾക്കും നടത്താവുന്നതാണ്. 10. സൗകര്യപ്പെടുമെങ്കിൽ സംവാദം പ്രാദേശിക ചാനലിലൂടെ സംപ്രേഷണം ചെയ്യാവുന്നതാണ്. 11. സംവാദ ദിവസം 16/1/2011 രാവിലെ 10 മണിക്ക് സംവാദം ആരംഭിക്കുന്നതാണ്. 12. സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുവാൻ SYS മുനിസിപ്പൽ സെക്രട്ടറി സൈനുദ്ദീൻ, ISM മേഖലാ സെക്രട്ടറി മൂസ എന്നിവരെ ചുമതലപ്പെടുത്തി. 13. വളണ്ടിയർ ഇരുവിഭാഗത്തു നിന്നും 10 വീതം, ലൈറ്റ് ആൻഡ് സൗണ്ട്, പെർമിഷൻ എന്നിവ കാര്യങ്ങൾ ഇരുവിഭാഗവും കൺവീനർമാരും തീരുമാനിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വ്യവസ്ഥയിലുള്ളത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സത്യം വ്യക്തമാകുവാൻ വേണ്ടി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ പ്രതിനിധീകരിക്കുന്ന മുജാഹിദ് വിഭാഗവും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരും തമ്മിലുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. വിഷയം സൂചിപ്പിക്കപ്പെട്ടു. ആ വിഷയത്തിന്റെ പൂർണ്ണമായ ചർച്ച നടക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാവിധ സഹകരണവും സദസ്സിൽ നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ വ്യവസ്ഥയ്ക്ക് അധീനമായിക്കൊണ്ട് മാത്രമേ നമ്മുടെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. അതിന് എല്ലാവരും പൂർണ്ണമായ സഹകരണം ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യം ആര് വിഷയം അവതരിപ്പിക്കണമെന്നതിനുള്ള നറുക്കെടുക്കുവാൻ പോവുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ സംവാദത്തിന്റെ വിഷയാവതരണം നറുക്കെടുപ്പിലൂടെ ആദ്യമായി വിഷയാവതരിപ്പിക്കേണ്ടത് മുജാഹിദ് വിഭാഗമാണ്. അപ്പോൾ മുജാഹിദ് വിഭാഗത്തിനു വേണ്ടി വിഷയാവതരിപ്പിക്കുവാൻ മുജാഹിദ് പണ്ഡിതന്മാരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. اللهم صل على محمد وعلى آل محمد كما صليت على آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد. ബഹുമാനരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിലെ സുന്നികൾക്കും മുജാഹിദുകൾക്കുമിടയിൽ തർക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചക്കാണ് നാം ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ ജമാഅത്തുകളിലും ജുമാകളിലും മറ്റു നമസ്കാരങ്ങളിലും പങ്കെടുക്കാൻ പോവുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂൽ അംഗീകരിക്കുകയും അനുവദിക്കുകയും ചെയ്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഈ സമൂഹത്തെ അത് പഠിപ്പിക്കുകയും
ആ സന്ദേശം ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ സുന്നി വിഭാഗം ഈ സമൂഹത്തിൽ ഇക്കാലം വരെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട് സ്ത്രീകൾ ജമാഅത്ത് ജുമുഅകളിൽ പങ്കെടുക്കുവാൻ വേണ്ടി പള്ളികളിലേക്ക് പോകുന്നത്, അവർ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോകുന്നത് ഹറാമാണ് എന്നായിരുന്നു. എന്നാൽ കുറച്ചുകാലമായി ഈ നിലപാടുകളിൽ ആ ആളുകൾ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഏറ്റവും സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു സംവാദം നടക്കുന്നത് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിന്റെ ഭാഗമാണ് എന്ന നിലയിലാണ് സ്ത്രീകൾക്ക് ജമാഅത്ത് ജുമുഅകളിൽ പങ്കെടുക്കുവാനുള്ള അനുവാദം നൽകുന്നതും അതോടൊപ്പം തന്നെ അത് പുണ്യകരമാണ് എന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ വ്യവസ്ഥയിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചർച്ച നടക്കുന്നത്. തങ്ങളുടെ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തേണ്ടി വന്നതിൽ സങ്കടപ്പെടുന്ന ആളുകൾ അതിന്റെ ജാള്യത മറച്ചുവെക്കാനായിരിക്കണം ഇപ്പോൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, മുജാഹിദുകൾ അവരുടെ പ്രമാണങ്ങളിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു, ഇമാം ഷാഫിഈയുടെ ഗ്രന്ഥം അംഗീകരിക്കുന്നിടത്തേക്ക് അവരെത്തിച്ചേർന്നിരിക്കുന്നു എന്ന്. എന്നാൽ എക്കാലത്തും ആ ചർച്ചയിൽ പോലും മുജാഹിദുകൾ വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രമാണം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതോടൊപ്പം തന്നെ സഹീഹായ ഹദീസുകളും ഇജ്മാഉം ഖിയാസും തന്നെയാണ്. എന്നാൽ ഇവിടെ മുമ്പ് നടന്ന എഴുത്തുകുത്തുകളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു ചർച്ച എന്ന നിലയിൽ ഇമാം ഷാഫിഈ പോലും ഖുർആനിനും സുന്നത്തിനും അതേപോലെ ഈ പ്രമാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് മുജാഹിദുകൾ സ്വീകരിച്ച നിലപാടുകളോട് യോജിക്കുന്നതാണ് ഇമാം ഷാഫിഈയുടെ നിലപാട് എന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ അത്തരമൊരു നിബന്ധന തെളിവിന്റെ ഭാഗമായി വെച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, വ്യവസ്ഥയുടെ സീഡ് കണ്ട ആളുകളൊക്കെ മനസ്സിലാക്കിയതാണ് ആ കാര്യം. സ്വന്തം വാദത്തിൽ നിന്ന് എത്രമാത്രം പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ ആളുകൾ പിന്മാറേണ്ടി വന്നത് എന്ന്. മുജാഹിദുകൾ ഇക്കാലം വരെ പറഞ്ഞു വന്നിരുന്ന വാദം അനുവദനീയമാണ്, പുണ്യകരമാണ് എന്ന വാദം എഴുതുകയും അത് എഴുതാൻ തയ്യാറാവുകയും അങ്ങനെയാണ് പണ്ട് മുതലേ എഴുതി വന്നത് എന്ന് തെളിയിക്കുകയും ചെയ്തപ്പോൾ മറുഭാഗമാകട്ടെ തങ്ങളുടെ പൂർവികന്മാർ ഇക്കാലം വരെ പറഞ്ഞു വന്ന ഹറാം വാദത്തിൽ നിന്ന് പിൻവാങ്ങുകയും അത് തടയപ്പെടേണ്ടതാണ് എന്നതിലെത്തി നിൽക്കുകയുമാണ് ചെയ്തത്. എത്രയേറെ എന്ന് ചോദിച്ചാൽ മുജാഹിദുകൾ അവസാനം പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ വാദം എഴുതേണ്ടതില്ല, നിങ്ങളുടെ വാദവും പ്രത്യേകമായി എഴുതേണ്ടതില്ല. കാന്തപുരം എഴുതിയ കാന്തപുരത്തിന്റെ പുസ്തകം ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു, കാന്തപുരത്തിന്റെ പുസ്തകത്തിലെ 1ാമത്തെ പാരഗ്രാഫ് നിങ്ങളുടെ വാദമായും ഞങ്ങളുടെ വാദമായും എഴുതുക, അതിനു മുകളിൽ ചർച്ച നടക്കട്ടെ എന്നാവശ്യപ്പെട്ടിട്ട് പോലും അതിന് തയ്യാറാകാതെ പിൻവാങ്ങേണ്ടി വന്ന ആ അപമാനം, ആളുകളുടെ മുമ്പിലുണ്ടായ അപമാനം, അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് മുജാഹിദുകൾ പ്രമാണങ്ങളിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നുവെന്ന പ്രചരണവുമായി ചില ആളുകൾ നടക്കാനുള്ള കാരണം എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് മുജാഹിദുകൾ സ്ത്രീകൾ പള്ളിയിൽ വരാം, അവർക്ക് അവിടെ നടക്കുന്ന ജമാഅത്തുകളിൽ പങ്കെടുക്കാം, അവിടെ നടക്കുന്ന ജുമായിൽ പങ്കെടുക്കാം, അതേപോലെ തന്നെ പെരുന്നാൾ നമസ്കാരങ്ങളിൽ, ഗ്രഹണ നമസ്കാരങ്ങളിൽ, ഇസ്തിസ്കാ നമസ്കാരങ്ങളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാം, എന്തുകൊണ്ട് മുജാഹിദുകൾ പറയുന്നു എന്ന് ചോദിച്ചാൽ 1ാമത്തെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് മുജാഹിദുകൾ സ്ത്രീകൾക്ക് പള്ളി അനുവദിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളായ സ്ത്രീകളെ നിങ്ങൾ പള്ളിയിൽ നിന്ന് തടയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. തടയാൻ പാടില്ലെന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ തന്റെ അനുയായികളോട് കൽപ്പിച്ചു, ഇദസ്തഅദനകും നിസാഉകും ബില്ലൈലി ഇലൽ മസ്ജിദി ഫഅ്ദിനു ലഹുന്ന, രാത്രിയിൽ നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളോട് നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ, പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അതിന് അനുവാദം നൽകേണ്ടതുണ്ട് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയുകയും പഠിപ്പിക്കുകയും കൽപ്പിക്കുകയും അനുവാദം നൽകാൻ
അനുവദിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു എന്നതാണ്. രണ്ടാമതായി മുജാഹിദുകൾ സ്ത്രീകൾക്ക് പള്ളി അനുവദനീയമാണ്, അതോടൊപ്പം തന്നെ അവിടെ പോയി നമസ്കരിക്കുന്നത് പുണ്യകരമാണ് എന്ന് പറയാനുള്ള കാരണം. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പദം, ഹദീസിലൂടെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു പദം, അത് സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കാനുള്ള അർഹതയുണ്ട് എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തംനഉൻ നിസാ ഹുദൂലഹുന്ന മിനൽ മസാജിദി ഇദസ്തഅദനുകും. സ്ത്രീകൾക്ക് ഉള്ള അർഹത അത് നിങ്ങൾ അനുവദിച്ചു നൽകണം, അത് നിങ്ങൾ തടയരുത്. സ്ത്രീകൾക്ക് പള്ളിയിൽ പങ്കെടുക്കാനുള്ള ഹല്ലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ഇനി നാലാമത്തെ കാരണം, എന്തുകൊണ്ട് മുജാഹിദുകൾ സ്ത്രീകൾക്ക് പള്ളി അനുവദനീയമാണെന്ന് പറയുന്നു, എന്തുകൊണ്ട് അവിടെ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നത് പുണ്യകരമാണ് പറയുന്നു. അതിന്റെ നാലാമത്തെ കാരണം, ഈ കൽപ്പനകൾ കേട്ടുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത സഹാബ കിറാം റളിയല്ലാഹു അൻഹും ആ മര്യാദകൾ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത മര്യാദകൾ കൂടി കേട്ടു. അള്ളാഹുവിന്റെ റസൂൽ പള്ളിയിൽ പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തംനഉ ഇമാഅല്ലാഹി മസാജിദല്ലാഹ് വൽ തഖ്റുജന തഫലാത്തിൻ. ഇങ്ങനെ എന്റെ അനുവാദം കേട്ടുകൊണ്ട്, അനുവാദം നൽകണമെന്ന് ഞാൻ പറഞ്ഞത് കേട്ട്, അതോടൊപ്പം തന്നെ തടയരുത് എന്ന് പറയുന്നത് കേട്ട് പള്ളിയിലേക്ക് പോകുന്ന സ്ത്രീജനങ്ങൾ അവർ പാലിക്കേണ്ട മര്യാദയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സുഗന്ധം പൂശിക്കൊണ്ട്, സുഗന്ധദ്രവ്യം ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു രൂപത്തിൽ രാത്രി നിസ്കാരത്തിന് പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, അയ്യുമംറഅത്തിൻ അസാബത്ത് ബഖൂറൻ ഫലാ തശ്ഹദു അൽ ഇശാ അൽ ആഖിറ. സുഗന്ധദ്രവ്യം ഉപയോഗിക്കുന്ന സ്ത്രീ ഞങ്ങളുടെ കൂടെ രാത്രിയിൽ ഇശാ നമസ്കാരത്തിന് പങ്കെടുക്കരുത് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ നിർദ്ദേശങ്ങളിൽ പള്ളിയിൽ പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകളിൽ മൂന്നാമത്തേതായി നമുക്ക് കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖൈറു സുഫൂഫിർ റിജാലി അവ്വലുഹാ വശർറുഹാ ആഖിറുഹാ വഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹാ വശർറുഹാ അവ്വലുഹാ. ഈ കൽപ്പനകൾ കേട്ട് പള്ളിയിൽ വരുന്ന സ്ത്രീ എവിടെയെങ്കിലും പോയി നിന്ന് നിസ്കരിച്ചാൽ പോരാ, അവൾക്ക് തോന്നിയിടത്ത് പോയി നിന്ന് നിസ്കരിച്ചാൽ പോരാ, മറിച്ച് അവൾ എവിടെയാണ് നിൽക്കേണ്ടത്, പുരുഷൻ എവിടെയാണ് നിൽക്കേണ്ടത്. പുരുഷന്മാരുടെ സഫുകളിൽ ഒന്നാമത്തെ സഫാണ് ഏറ്റവും ഖൈറായത്, സ്ത്രീകളുടെ സഫാകട്ടെ ഏറ്റവും പിറകിലുള്ള സഫാണ് ഖൈറായത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. ഇസ്ലാമിൽ അനുവദനീയമല്ലാത്ത, സ്ത്രീകൾക്ക് ഒരു കൂലിയും കിട്ടാത്ത, ഇസ്ലാമികമല്ലാത്ത ഒരു കാര്യത്തിനാണ് അല്ലാഹുവിന്റെ റസൂൽ ഇത്രയും മര്യാദകൾ പറഞ്ഞത്. ഇത്രയും കൃത്യമായി എങ്ങനെ അത് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ഇസ്ലാമികമല്ലാത്ത ഒരു കാര്യത്തിനാണ്, ഒരു കൂലിയും കിട്ടാത്ത ഒരു കാര്യത്തിനാണ് എന്ന് കിതാബോദിയ, കിതാബുകൾ കേൾക്കുന്ന, അത് പഠിക്കുന്ന, മനസ്സിലാക്കുന്ന വിവരമുള്ള ഒരാളും പറയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി അഞ്ചാമത്തെ കാരണം, എന്തുകൊണ്ട് ഈ മുജാഹിദുകൾ സ്ത്രീകൾക്ക് പള്ളി അനുവദനീയമാണെന്ന് പറയുന്നു, അതോടൊപ്പം തന്നെ അത് പുണ്യകരമാണെന്ന് പറയുന്നു. കാരണം ഈ പറഞ്ഞ നിബന്ധനകൾ കേട്ട, അതേപോലെ തന്നെ ഈ നിർദ്ദേശങ്ങൾ കേട്ട സഹാബ കിറാമിന്റെ ഭാര്യമാർ അവർ പള്ളിയിലേക്ക് വന്നു. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പള്ളിയിലേക്ക് വന്നു. നമുക്ക് കാണാം, കുന്ന നിസാഉ മിനൽ മുഅ്മിനാത്തി യുസല്ലീന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുന്ന മുതലഫിയാത്തിൻ ബിമുറൂതിഹിന്ന സുമ്മ യർജിഅന ഇലാ അഹ്ലിഹിന്ന മാ യറഫുന്ന അഹദുൻ മിനൽ ഗലഫി. സ്ത്രീകൾ സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരാറുണ്ടായിരുന്നു. മൂടുപടം അണിഞ്ഞുകൊണ്ടാണ് അവർ പള്ളിയിലേക്ക് വരാറുണ്ടായിരുന്നത്. പിന്നീട് അവർ തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോകും. ഇരുട്ട് മൂടിയതുകൊണ്ട് അവരെ ആരും തിരിച്ചറിയുമായിരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ വന്നതിനെപ്പറ്റി ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഫിൽ ഹദീസ് ഇസ്തിഹ്ബാബുൽ മുബാദറത്തി ബിസ്സലാത്തി സുബ്ഹി. സുബ്ഹി നമസ്കാരത്തിന് നേരത്തെ തന്നെ പോകണം എന്നീ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം തിരിച്ചു പോകുമ്പോഴും ഇരുട്ട് മൂടിയിരുന്നു എന്നാണല്ലോ ഹദീസിലുള്ളത്. അതോടൊപ്പം തന്നെ അതേപോലെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? വജവാസു ഖുറൂജി നിസാഇ ഇലൽ മസാജിദി ലിശുഹൂദി സ്വലാത്തി ഫിൽ ലൈലി. സ്ത്രീകൾക്ക് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ, മന്ത്രിപ്പിക്കാൻ വേണ്ടി പോകാമെന്നല്ല, ഫത്വ ചോദിക്കാൻ വേണ്ടി പോകാമെന്നല്ല, മുസ്ലിയാരെ കാണാൻ വേണ്ടി പോകാമെന്നല്ല, മൗലവിയെ കാണാൻ വേണ്ടി പോകാമെന്നല്ല, മറിച്ച് എന്തിന് പോകാം? ലിശുഹൂദി സ്വലാത്തി, നമസ്കാരം
നിസ്കാരത്തിൽ പങ്കെടുക്കാൻ പോകാം, ഇപ്പോൾ പോകാം, ഫില്ലൈലി രാത്രിയിൽ പോകാം, വയൂഖദു മിൻഹു ജവാസുഹു ഫിന്നഹാരി മിൻ ബാബി ഔലാ എങ്കിൽ പിന്നെ പകൽ ഏതായാലും പോകാം എന്ന് മനസ്സിലാക്കാം. കാരണം ലിഅന്നൽ ലൈല മളിന്നത്തി ദീബത്തി അക്സർ മിനൻ നഹാർ പകലിനേക്കാൾ കുഴപ്പത്തിന് സാധ്യത കൂടുതൽ രാത്രിയാണല്ലോ. ആ രാത്രി പോകാൻ അള്ളാഹുവിന്റെ റസൂൽ അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ പകൽ ഏതായാലും പോകാം എന്ന് ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി വിശദീകരിക്കുകയാണ്. വമഹല്ലു ദാലിക ഇദാ ലം യുഖ്ശ അലൈഹിന്ന ഔ ബിഹിന്ന ഫിത്ന സ്ത്രീകളെ കൊണ്ട് കുഴപ്പമുണ്ടാവുകയില്ല, ഫിത്നയുണ്ടാവുകയില്ല, അവർക്കോ അവരെ കൊണ്ടോ ഫിത്നയുണ്ടാവുകയില്ല എന്ന അവസ്ഥയിലാണിത് എന്നുകൂടി ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി വിശദീകരിക്കുന്നു. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അവർ അങ്ങാടിയിലേക്ക് പോകുന്നു, അവർ വാലുകളിലേക്ക് പോകുന്നു, അവർ നേർച്ച സ്ഥലങ്ങളിലേക്ക് പോകുന്നു, അവർ സ്കൂളുകളിലേക്ക് പോകുന്നു, അധ്യാപികമാരായി പോകുന്നു, വിദ്യാർത്ഥികളായി പോകുന്നു. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് സ്ത്രീകൾ പുറത്തു പോകുന്നു. അവിടെയൊന്നും ഉണ്ടാകാത്ത ഒരു ഫിത്ന പള്ളിയിൽ വരുമ്പോൾ മാത്രമുണ്ടാകും എന്ന് ലോകത്തൊരു പണ്ഡിതനും പഠിപ്പിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇതാണ് അഞ്ചാമത്തെ കാരണം. അതോടൊപ്പം തന്നെ അതിൽ തന്നെ രണ്ടാമത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു എന്നതിന് തെളിവായി മറ്റൊരു ഹദീസ് കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലമ മിൻ സലാത്തിഹി ഖാമ നിസാഉ ഹൈന യഖ്ലി തസ്ലീമഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടിക്കഴിഞ്ഞാൽ പിന്നിലിരിക്കുന്ന സ്ത്രീകൾ അവരവിടെ എഴുന്നേൽക്കും. വമക്സൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മക്കാനിഹി യസീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചു നേരം അവിടെ ഇരിക്കും. ഈ ഹദീസ് ഉദ്ധരിച്ച ഇമാം സുഹരി പറയുന്നു, ഫനറാ മുക്സഹു ദാലിക വല്ലാഹു അലം ലികൈ യൻഫദ നിസാഉ ഖബ്ല അൻ യുദ്രികഹുന്ന മൻ ഇൻസറഫ മിനൽ ഖൗം പിരിഞ്ഞു പോകുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം കൂടിക്കലരാതിരിക്കാനാണ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചു നേരം അവിടെ ഇരിക്കുകയും സ്ത്രീകൾ എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നത് എന്നുകൂടി ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു, മനസ്സിലാക്കാൻ കഴിയുന്നു. ആറാമതായി എന്തുകൊണ്ട് മുജാഹിദുകൾ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് അനുവദനീയമാണെന്ന് പറയുന്നു? എന്തുകൊണ്ട് മുജാഹിദുകൾ സ്ത്രീകൾ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നത് പുണ്യകരമാണെന്ന് പറയുന്നു? കാരണം പ്രയാസങ്ങളുണ്ടായ സന്ദർഭത്തിൽ പോലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എന്ന് നമുക്ക് തോന്നാവുന്ന കാര്യങ്ങൾ ഉണ്ടായ സന്ദർഭത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളോട് നിങ്ങൾ പള്ളിയിലേക്ക് വരരുത് എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല. നോക്കൂ ഒരു സംഭവം. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് കാന നാസു യുസല്ലൂന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹും ആഖിദു ഉസ്രിഹിം മിന അസ്ഗരി അലാ റിഖാബിഹിം ഒറ്റ വസ്ത്രം മാത്രം ഉണ്ടായിരുന്ന സഹാബികൾ അത് ചെറുതായതിനാൽ പിരടി മറക്കണം എന്ന നിലയിൽ തങ്ങളുടെ വസ്ത്രം പിരടിയിലേക്ക് കൂട്ടിക്കെട്ടാറുണ്ടായിരുന്നു. ഫഖീല ലിന്നിസായി പുറകിൽ നമസ്കരിക്കുന്ന സ്ത്രീകളോട് കൽപ്പിക്കപ്പെട്ടു, അപ്പോൾ ലാ തർഫഅന റൂസകുന്ന ഹത്താ യസ്തവിയ റിജാലു ജുലൂസ ആ പുരുഷന്മാർ നേരെ ഇരിക്കുന്നത് വരെ നിങ്ങൾ തല ഉയർത്തരുത്. അല്ലാഹുവിന്റെ റസൂൽ സ്ത്രീകളോട് പറഞ്ഞില്ല, നമ്മളുടെ ആളുകൾക്കൊക്കെ ഒരു വസ്ത്രമേ ഉള്ളൂ, അവരൊക്കെ രണ്ട് വസ്ത്രമാകുന്നത് വരെ നിങ്ങൾ പള്ളിയിൽ വരേണ്ടതില്ല, ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിൽ പുറത്തേക്ക് പോയിക്കോളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചില്ല. മറിച്ച് പള്ളിയിൽ വരേണ്ടതുണ്ട്, അവർക്കത് പുണ്യമാണ്, അവർക്കതിന് അനുവാദമുണ്ട് എന്നതുകൊണ്ട് തന്നെ അവിടെ പാലിക്കേണ്ട മര്യാദ എന്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. ആറാമത്തേതിൽ തന്നെ മറ്റൊന്നുകൂടി നോക്കൂ നമ്മൾ, മറ്റൊരു പ്രയാസം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖാല ഇന്നി ലഅഖൂമു ഫിസ്സലാത്തി ഉരീദു അൻ ഉതവ്വില ഫീഹാ ഫഅസ്മഉ ബുകാ അസ്സബിയ്യി ഫഅതജവ്വസു ഫീ സലാത്തി കറാഹിയത അൻ അശുഖ അലാ ഉമ്മിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്, ഞാൻ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കും, ആ നമസ്കാരത്തിൽ കുറച്ചൽപ്പം ദീർഘമായി ഓതണം എന്നാണ് ഞാൻ വിചാരിക്കുക. അങ്ങനെ ദീർഘമായി ഓതണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിൽക്കുമ്പോ എന്താണ് കേൾക്കുന്നത്? ഫാസ്മു ബുകാ സബിയി ഞാൻ കുട്ടികളുടെ കരച്ചിൽ കേൾക്കും. ഫതജവ്വസു ഫീ സലാത്തി അപ്പോൾ ഞാൻ എന്റെ നമസ്കാരം ലഘുവാക്കുകയാണ്. ദീർഘമായി നമസ്കരിക്കണമെന്ന് വിചാരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നതുകൊണ്ട് നമസ്കാരം ചുരുക്കുകയാണ്. എന്തിന്? കറാഹിയത അൻ അശുഖ അലാ ഉമ്മിഹി ആ കുട്ടിയുടെ ഉമ്മയ്ക്ക് പ്രയാസമുണ്ടാകരുത് എന്ന് കരുതി. സ്ത്രീകളും വീട്ടിലാണ്, കുട്ടികളും വീട്ടിലാണ്. അങ്ങനെ ഒരു സ്ത്രീ വീട്ടിലിരിക്കുമ്പോ കുട്ടി കരയുന്നതിൽ പ്രയാസപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നമസ്കാരം ചുരുക്കേണ്ടതില്ലല്ലോ. അപ്പോൾ സ്ത്രീകൾ പള്ളിയിലുണ്ട്. ആ പള്ളിയിലുള്ള സ്ത്രീകളോട് കുട്ടികളുള്ള സ്ത്രീകളെങ്കിലും ശരി, ഇവിടെ ചിലരൊക്കെ പറയാറുണ്ട് അതൊക്കെ ആ 65
65-70 വയസ്സ് കഴിഞ്ഞ് കണ്ണൊന്നും കാണാതെ നടക്കാനൊന്നും കഴിയാത്ത കുറച്ച് തള്ളമാരെ മാത്രം പള്ളിയിൽ കൊണ്ടുവരുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല എന്നൊക്കെ പറയാറുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് കുട്ടികളുള്ള സ്ത്രീകൾ നിങ്ങളെങ്കിലും പള്ളിയിൽ വരരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല. എനിക്കിങ്ങനെ ദീർഘമായി നിൽക്കാൻ ആഗ്രഹമുണ്ടാകുമ്പോൾ തടസ്സമുണ്ടാക്കുന്നു നിങ്ങളുടെ കുട്ടികളുടെ കരച്ചിൽ എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത്. അതിനുവേണ്ടി അവർക്ക് സൗകര്യമുണ്ടാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ തന്റെ നമസ്കാരം ചുരുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് പള്ളിയിൽ വെച്ചല്ല വീട്ടിൽ വെച്ചാണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ ശാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ശാഫിഈ മദ്ഹബിലെ ഏറ്റവും വലിയ മുഹദ്ദിസാരി എന്ന് ചോദിച്ചാൽ അത് ഇമാം ബുഖാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാന ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ എന്നാണ്. ആ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വഅലാ ജവാസി സ്വലാത്തിൻ നിസാഇ ഫിൽ ജമാഅത്തി മഅ റിജാലി, പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾക്ക് ജമാഅത്തിൽ പങ്കെടുക്കൽ അനുവദനീയമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി വിശദീകരിക്കുകയാണ്. രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുല്ലാ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് വഫീഹി ജവാസു സ്വലാത്തിൻ നിസാഇ മഅ റിജാലി ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ച് പരപുരുഷന്മാരോടൊപ്പം സ്ത്രീകൾക്ക് ജമാഅത്തിൽ പങ്കെടുക്കാം, നിസ്കരിക്കാം എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് ഇമാം നവവി റഹിമഹുല്ലാ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ആളുകൾ വരുന്നു, അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇതേപോലെ സ്വീകരിക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണാം. ഇനിയോ വ്യക്തിപരമായി പ്രയാസമുള്ള ആളുകൾ അവരോട് വരേണ്ടതില്ല എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. വ്യക്തിപരമായ പ്രയാസം, ദീർഘമായി നിൽക്കാൻ പ്രയാസമാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? പള്ളിയിൽ വന്ന് അവർ കയറുകെട്ടുകയാണ്, കയറുകെട്ടി നമസ്കരിക്കുകയാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നപ്പോ റാഹബലൻ മംദൂദൻ ബൈന സാരിയത്തൈൻ, രണ്ട് തൂണുകൾക്കിടയിൽ ഒരു കയറ് കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാണിത് കെട്ടിയത്? അപ്പോൾ ആ കേട്ട ആളുകൾ പറഞ്ഞു, ഖാലു ലി ഫുലാന തുസല്ലി, ഇന്ന ഒരു സ്ത്രീ നമസ്കരിക്കാൻ വേണ്ടി കെട്ടിയതാണ് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഇവർക്ക് ക്ഷീണമുണ്ടാകുമ്പോൾ പിടിക്കാനാണ് എന്ന് പറഞ്ഞപ്പോ അത് അഴിച്ചു മാറ്റുക, എന്നിട്ടോ കഴിയുന്നത് പോലെ നമസ്കരിക്കുക, അതേപോലെ തന്നെ വല്ലാതെ ഉറക്കം വരുമ്പോൾ ഉറങ്ങുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. അല്ലാതെ നിങ്ങൾ പള്ളിയിൽ വരരുത്, സ്ത്രീകൾ പള്ളിയിൽ വരേണ്ടതില്ല, നിങ്ങൾ വീട്ടിലാണ് നമസ്കരിക്കേണ്ടത്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണം, ഇത് ഹറാമായ കാര്യമാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തില്ല. അനുവദനീയമാണ്, പുണ്യകരമാണ് എന്ന് മുജാഹിദുകൾ പറയാനുള്ള തെളിവുകളാണ് ഞാൻ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ വീണ്ടും നോക്കൂ മറ്റൊരു പ്രയാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ചിരുന്ന സ്ത്രീകൾ, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയ സ്ത്രീകൾ അല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിത പങ്കാളികളായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അവർക്കുണ്ടാകുന്ന ഒരു പ്രയാസം നോക്കൂ നിങ്ങൾ. എഴുത്തിക്കാഫിരിക്കുകയാണ് പള്ളിയിൽ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തിക്കാഫിരുന്നു. അദ്ദേഹത്തിന്റെ ചില ഭാര്യമാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആ ഭാര്യമാരിൽ ഒരാൾ വഹിയ മുസ്തഹാലത്തുൻ തറദ്ദമ, ഇസ്തിഹാലത്തുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. ഫറുബ്ബമാ വളഅതി തസ്തതഹ മിനദ്ദം, ആ പള്ളിയിലിരിക്കുമ്പോ ഈ സ്ത്രീ എന്താ ചെയ്തത്? ഒരു താലം തന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ആ രക്തം അത് പള്ളിയിലാകാൻ പാടില്ല, പള്ളി വൃത്തികേടാകാൻ പാടില്ല എന്നതിനാൽ ഒരു താലം വെച്ചുകൊണ്ടാണ് ആ പള്ളിയിൽ സ്ത്രീ എത്തിക്കാതിരുന്നത് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു. നോക്കൂ, തന്റെ ഭാര്യയോട് പോലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, എന്തിനാണ് ഈ പള്ളിയിൽ വരുന്നത്? ഒരു കൂലിയും കിട്ടാത്ത കാര്യമാണല്ലോ അത്, തടയപ്പെടേണ്ട കാര്യമാണല്ലോ അത് എന്ന് ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ അള്ളാഹുവിൽ നിന്ന് ദീന് പഠിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്തില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി ഏഴാമത്തെ കാരണം, ഈ സ്ത്രീകൾ എന്തുകൊണ്ട് ജമാഅത്തുകളിൽ പോകാൻ അനുവദനീയമാണ്, എന്തുകൊണ്ട് അത് പുണ്യകരമാണ് എന്ന് മുജാഹിദുകൾ പറയുന്നു എന്നതിന്റെ ഏഴാമത്തെ കാരണം, അത് സാധാരണ ജമാഅത്തുകൾക്ക് മാത്രമല്ല. നാം നേരത്തെ മനസ്സിലാക്കി രാത്രിയിൽ വന്നത്, അതേപോലെ ജമാഅത്ത് നമസ്കാരത്തിന് വന്നത്
പറയുന്നത് ഇത് നിത്യവുമുള്ള നമസ്കാരങ്ങൾക്ക് മാത്രമല്ല, അതല്ലാത്തതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകൾ വന്നു. നോക്കൂ, ഗ്രഹണ നമസ്കാരത്തിന് സ്ത്രീകൾ വന്നതായി നമുക്ക് കാണാൻ കഴിയും. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ അന്നഹാ ഖാലത് അതൈതു ആയിഷ സൗജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഖസബത്തി ശംസു ഫൈദ الناس قيام يصلون فإذا هي قائمة تصلي فقلت ما للناس فأشارت بيدها إلى السماء فقال سبحان الله فقلت آية فأشارت أي نعم قالت فقمت എന്നിങ്ങനെ തുടങ്ങി അസ്മാ റളിയല്ലാഹു അൻഹ ഒരു ഗ്രഹണ ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് വരികയാണ്. ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് വന്നപ്പോ എല്ലാവരും ഗ്രഹണ നമസ്കാരത്തിലാണ്. അസ്മാ റളിയല്ലാഹു അൻഹയും അവിടെ വെച്ച് ഗ്രഹണ നമസ്കാരം നിർവഹിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ചില ആളുകളൊക്കെ അങ്ങനെ വേണ്ടതില്ല, സ്ത്രീകൾ ഗ്രഹണ നമസ്കാരത്തിന് വരേണ്ടതില്ല എന്നൊക്കെയുള്ള നിബന്ധനകൾ പറഞ്ഞപ്പോ ഇമാം ബുഖാരി ഒരു ഹദീസിന്, ഈ ഉദ്ധരിക്കുന്ന ഹദീസിന് അധ്യായം കൊടുത്തത് തന്നെ ബാബു സലാത്തിൻ നിസായി മഅ റിജാലി ഫീ കുസൂഫി, ഗ്രഹണ നമസ്കാരത്തിൽ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും പങ്കെടുക്കുന്ന അധ്യായം എന്നാണ് ഇമാം ബുഖാരി ഈ അധ്യായം വെറുതെ കൊടുത്തതല്ല. എന്തിനു കൊടുത്തു? ഇമാം ഇബ്നു ഹജർ വിശദീകരിക്കുന്നു. അശാറ ബിഹാദിഹി തർജമ ഇലാ റദ്ദി ഖൗലി മൻ മഅ ദാലിക, സ്ത്രീകൾ ഗ്രഹണ നമസ്കാരത്തിൽ പുരുഷന്മാരോടൊപ്പം പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്. അവർക്കുള്ള മറുപടിയാണ് ഇമാം ബുഖാരി ഈ തലവാചകത്തിലൂടെ നൽകിയിരിക്കുന്നത് എന്ന് ഇമാം ഇബ്നു ഹജർ അസ്കലാനി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഗ്രഹണ നമസ്കാരത്തിന് വന്നു, തീർന്നില്ല, പെരുന്നാൾ നമസ്കാരത്തിന് കൂടി സ്ത്രീകൾ പങ്കെടുത്തതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സ്ത്രീകൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൽ ഈദൈനി, രണ്ട് പെരുന്നാൾ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നു. ബിൽ മുസല്ല, മുസല്ലയിൽ വെച്ച് നിർവഹിക്കുകയാണ്. ലം യുസല്ലി ഖബ്ലഹാ വലാ ബഅദഹാ ശൈആ, ആ പെരുന്നാൾ നമസ്കാരത്തിന് മുസല്ലയിലെത്തിക്കഴിഞ്ഞാൽ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പോ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നമസ്കാരവും നിർവഹിക്കാറില്ല. സുന്നം ഫതലയിലെ നിസായി ഫഖതബഹുന്ന ഖായിമ, എന്നാൽ നമസ്കാരം കഴിഞ്ഞ് ഖുതുബ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തുകയാണ്. സ്ത്രീകളുടെ അരികിൽ പോയി പ്രത്യേകമായി അവരോട് വഅദ് നടത്തുകയാണ്, അവരെ ഉപദേശിക്കുകയാണ്. അങ്ങനെ അവരോട് സദഖ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നു. ഫജഅല നിസാഉ യതസദ്ദഖന ബിൽ ഖുർത്തി വഅസ്ബാഹിഹി, സ്ത്രീകൾ അവരുടെ കാതിലണിയുന്ന ആഭരണങ്ങളും അതേപോലെ തന്നെ മറ്റാഭരണങ്ങളുമൊക്കെ അഴിച്ചുകൊണ്ട് അവർ സദഖ ചെയ്യുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള സംഭവം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. തീർന്നില്ല, നോക്കൂ നിങ്ങൾ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായി എന്ന് മാത്രമല്ല, അത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ശാഫിഈ റഹ്മത്തുള്ളാ വിശദീകരിക്കുകയാണ്. വമിൻഹാ അല്ലാ ബഅസ അൻ യഖ്തുബ റജുലു റിജാല, ചിലര് പറയാറുണ്ട് ശരിയാണ്, കുറെ പെണ്ണുങ്ങൾ അവിടെ വന്നിരുന്നു, അത് ഈ പെരുന്നാൾ നിസ്കാരത്തിന്റെ അത്ഭുതം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോ അതൊക്കെ ഖുതുബയൊക്കെ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ ചെന്നിട്ട് ഈ സ്ത്രീകളോട് കുറച്ച് കാര്യങ്ങൾ പറയും എന്നതാണിത് എന്ന് ചിലർ പറയാറുണ്ട്. അല്ലെന്ന് പറയുന്നത് മുജാഹിദുകളല്ല, ഇമാം ശാഫിഈ പറയുകയാണ് വമിൻഹാ അല്ലാ ബഅസ അൻ യഖ്തുബ റജുലു റിജാല, ഇങ്ങനെ ഒരു ഖതീബ് തന്റെ അരികിൽ വരുന്ന ആളുകളോട് ഖുതുബ നടത്തുക എന്നതിൽ വിരോധമില്ല. വഇൻ റഅ അന്ന നിസാഅ വജമാഅത മിനൽ റിജാലി ലം യസ്മഉ ഖുതുബതഹു, ഈ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി വന്ന സ്ത്രീകളും കുറച്ച് പുരുഷന്മാരും തന്റെ ഖുതുബ കേട്ടിട്ടില്ല എന്ന് തോന്നിയാൽ ഒരു ഖതീബിന് അങ്ങോട്ട് ചെന്ന് അവരും കൂടി കേൾക്കുന്ന രൂപത്തിൽ പ്രസംഗിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ലം അറബൈസൻ വയതിഹും ഫയഖ്തുബ ഖുതുബതൻ ഖഫീഫതൻ യസ്മഊനഹ, ഒരു ചെറിയ ഖുതുബ അങ്ങനെ നടത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല. വലൈസ ബിവാജിബിൻ, എന്നാൽ അങ്ങനെ ഒരു ഖുതുബ നടത്തൽ നിർബന്ധമില്ല. ലിഅന്നഹു ലം യുർവ ദാലിക അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ മറ, ഒരിക്കൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സ്ത്രീകൾക്കും അതേപോലെ തന്നെ കുറച്ച് പുരുഷന്മാർക്കും വേണ്ടി ഖുതുബ നടത്തിയത് എന്നതുകൊണ്ട് അത് നിർബന്ധമില്ല എന്നുകൂടി വിശദീകരിക്കുന്നു. തീർന്നില്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇഅ്തികാഫിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പങ്കെടുത്തു എന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മാത്രമല്ല കാലശേഷവും പങ്കെടുക്കുകയാണ്. ഈ തെളിവുകൾ ഒന്നിന് പിറകെ ഒന്നായി തങ്ങളുടെ അരികിലേക്ക് വരുമ്പോ അതിനെ പ്രതിരോധിക്കാൻ
ആകെ ചില ആളുകൾ പറയാറുള്ളത് ശരിയാണ്, അങ്ങനെയൊക്കെ പോയിരുന്നു. പക്ഷേ അതൊക്കെ ഹിജാബിന്റെ ആയത്തിന് മുമ്പാണ്. ഹിജാബിന്റെ ആയത്തിറങ്ങിയതോടുകൂടി എല്ലാം നിന്നു എന്നാണ്. ശരി, ഹിജാബിന്റെ ആയത്ത് ഏതോ ആകട്ടെ, എന്തായാലും ഹിജാബിന്റെ ആയത്ത് കാരന്തൂർ മർക്കസിൽ പിന്നീട് ഇറങ്ങിയതാണ് എന്നാരും പറയില്ലല്ലോ. അതല്ലെങ്കിൽ റസൂലിന്റെ വഫാത്തിന് ശേഷം ഇറങ്ങിയതാണ് എന്നും ആരും പറയില്ലല്ലോ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ എന്താണ് അവരുടെ രീതി? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅതഖുൽ അശ്റൽ അവാഖിറ മിൻ റമളാന ഹത്താ തവഫാഹുല്ലാഹ്, വഫാത്താകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരുന്നിരുന്നു. സുമ്മ തകവാ അസ്വാജുഹു മിൻ ബഅദിഹി, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം റസൂലിന്റെ ഭാര്യമാരും ഇഅ്തികാഫിരുന്നിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റസൂലിന്റെ വഫാത്തോടുകൂടി ഇറങ്ങിക്കഴിഞ്ഞു എല്ലാ ആയത്തുകളും. എന്നിട്ടും റസൂലിന്റെ ഭാര്യമാർ പള്ളികളിലേക്ക് ഇഅ്തികാഫിന് വന്നു എന്നാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ ഈ പതിവുകൾ ഒരായത്ത് കൊണ്ടും റദ്ദ് ചെയ്യപ്പെട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി നമുക്ക് കാണാം, ഇത് ലൗ അദറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹദസ നിസാഉ ലമനഹുന്ന, റസൂൽ ഇന്നത്തെ സ്ത്രീകളുടെ ഈ സമ്പ്രദായം കണ്ടിരുന്നെങ്കിൽ തടയുമായിരുന്നു. ഏതെങ്കിലും ആയത്ത് കൊണ്ട് ഹദീസ് കൊണ്ട് തടഞ്ഞിരുന്നെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ അത് പറയേണ്ടതുണ്ടായിരുന്നില്ലല്ലോ. അതേപോലെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പിൽക്കാലത്ത് പോയതായി, എല്ലാ ആയത്തും ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പോയതായി ഉമർ റളിയല്ലാഹു അൻഹു അത് അംഗീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും ഹദീസുകളിൽ. തീർന്നില്ല, ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി തന്നെ ഇത്തരം ഹദീസുകളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞത് നമുക്ക് കാണാം. വൗഹിബ്ബു ശുഹൂദൻ നിസാഇൽ അജായിസി വഗൈരി ദവാത്തിൽ ഹയ്യത്തി, ആകർഷണീയരല്ലാത്ത സ്ത്രീകൾ, അതേപോലെ വൃദ്ധകൾ, അവർ പങ്കെടുക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അസ്സലാത്ത വൽ അയ്യാദ, അവർ നമസ്കാരത്തിന് അതേപോലെ ആഘോഷങ്ങളിൽ പെരുന്നാൾ നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. വഅനലി ശുഹൂദിഹിന്നൽ അയ്യാദ അസദ്ദു ഇസ്തിഹ്ബാബ, പെരുന്നാൾ നമസ്കാരത്തിന് അവർ വരുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ലിശുഹൂദിഹിന്ന ഗൈറഹ മിനസ് സലവാത്തിൽ മക്തൂബാത്ത്, മറ്റു ഫർള് നമസ്കാരങ്ങൾക്ക് വരുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം അവർ പെരുന്നാൾ നമസ്കാരത്തിന് വരുന്നതാണ് എന്ന് ഇമാം ശാഫിഈ പറയുന്നു. അനുവദനീയമാണ് എന്നതിന് വേറൊരു തെളിവ്, ഇമാം ശാഫിഈക്ക് അതാണ് ഇഷ്ടം. പെരുന്നാളിന് വരുന്നത് ഏറ്റവും ഇഷ്ടം, മറ്റ് ജമാഅത്തുകൾക്ക് വരുന്നതും ഇഷ്ടം. ഇമാം ശാഫിഈ വെറുതെ ഇഷ്ടപ്പെട്ടതല്ലോ. ഇങ്ങനെ വെണ്ണിപ്പറഞ്ഞ 8ഓളം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇനിയും പറയാനുണ്ട്. അരമണിക്കൂറാണല്ലോ സമയം. 8ഓളം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അതിന് ഉപോത്ഫലകമായി പറഞ്ഞ ഉപതെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആണ് മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറയുന്നത്, സ്ത്രീകൾ ജമാഅത്തിന് പള്ളിയിലേക്ക് വരിക എന്നത് അനുവദനീയമാണ്, അത് പുണ്യകരമാണ് എന്ന് മുജാഹിദുകൾ പറയാനുള്ള, അതിന് കൂലിയുണ്ട് എന്ന് പറയാനുള്ള കാരണം ഇതാണ് എന്ന് മനസ്സിലാക്കി ഈ സത്യം അംഗീകരിക്കാൻ നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്ത വിഷയം അവതരിപ്പിച്ച് സുന്നിപക്ഷം അരമണിക്കൂർ സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസിന ബിറിദല്ലാഹ്, അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا تقم فيه أبدا لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. وقال النبي صلى الله عليه وسلم لا تمنعوا إماء الله مساجد الله. ഏറ്റവും ബഹുമാനാദരങ്ങൾ നിറഞ്ഞ പണ്ഡിത ശ്രേഷ്ഠരെ, സത്യാന്വേഷികളെ, സ്ത്രീകളുടെ ജുമുഅ ജമാഅത്തുമായി ബന്ധപ്പെട്ട സുന്നികൾക്കും മുജാഹിദുകൾക്കും ഇടയിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ അധികരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന സംവാദത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ സംവാദങ്ങളുടെ ഒരു പ്രത്യേകത, ധാരാളം സംവാദങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇന്ന് തലശ്ശേരിയിൽ നടക്കുന്ന സംവാദത്തിനെ വ്യതിരക്തമാക്കുന്ന ഒരു ഘടകം, സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നത് സംബന്ധിച്ച് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എന്ത് അഭിപ്രായപ്പെട്ടു
ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സ്ത്രീകൾ പള്ളിയിലേക്ക് പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മുജാഹിദുകൾ വാദിച്ചപ്പോ, അല്ല, ഞങ്ങളുടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അങ്ങനെയല്ല പറഞ്ഞത്, മറിച്ച് പള്ളിയിൽ നിന്നവരെ തടയണമെന്നാണ് പറഞ്ഞത് എന്ന് സ്ഥാപിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായപ്പോ അതിനുവേണ്ടിയാണ് ഇവിടെ സംവാദം വെച്ചത്. ഖേദകരമെന്ന് പറയട്ടെ, ആ വിഷയം അവതരിപ്പിക്കുവാൻ വേണ്ടി മുജാഹിദ് പക്ഷം ഇവിടെ വന്നപ്പോ ഷാഫി ഇമാമിന്റെ ഏതെങ്കിലും ഒരു ഉദ്ധരണിയെങ്കിലും അവർ വായിക്കുമായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ ഉദ്ധരണി പോലും 30 മിനിറ്റ് സമയമുണ്ടായിട്ട് വായിച്ചില്ല എന്നത് അത്ഭുതകരമാണ്. പെരുന്നാൾ നിസ്കാരത്തിന് പങ്കെടുക്കാമോ എന്നുള്ള തുടങ്ങിയ വിഷയങ്ങൾ അത് വേറെ വിഷയമാണ്. അതല്ലാതെ വായിച്ച ഇബാറത്തിൽ പള്ളി എന്ന വാചകം ഇല്ല എന്നുള്ളത് ശ്രോതാക്കൾ മനസ്സിലാക്കണം. അതുകൊണ്ട് 30 മിനിറ്റ് വിഷയം അവതരിപ്പിച്ചുവെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ കാര്യം പോലും മൗലവി പറഞ്ഞില്ലല്ലോ എന്നത് സങ്കടകരമാണ് എന്ന് കൂട്ടത്തിൽ ഉണർത്തുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പറഞ്ഞ ഒരു കാര്യമുള്ളത് നിലപാട് മാറ്റമാണ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് ഞാൻ പറയും. ആർക്കാണ് നിലപാട് മാറ്റമുണ്ടായത്, എപ്പോഴാണ് നിലപാടിൽ മാറ്റമുണ്ടായത്, ഇപ്പോൾ എവിടെ നിൽക്കുന്നു, അന്ന് എവിടെ നിന്നിരുന്നു എന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. പിന്നീട് നമ്മുടെ വിഷയത്തിൽ പെട്ടതല്ലെങ്കിലും ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകുമോ എന്ന് കരുതി ഞാൻ ഒറ്റ മറുപടി മാത്രം, ഇതുവരെ പറഞ്ഞ 7 പോയിന്റുകൾക്ക് ഒന്നിച്ചൊരൊറ്റ മറുപടി മാത്രം പറയുന്നു. ഒരുപാട് ഹദീസുകൾ വായിച്ചു. അവസാനം അദ്ദേഹം തന്നെ അതിന്റെ മറുപടിയും പറഞ്ഞു. എന്ത്? അത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഒരു ഹദീസിന്റെ, അദ്ദേഹം തന്നെ വായിച്ച ഒരു ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതാണ്, വദാലിക ഖബ്ല അൻ യഫ്ശുവൽ ഇസ്ലാം, വദാലിക ഖബ്ല അൻ യഫ്ശുവൽ ഇസ്ലാം, അത് ഇസ്ലാം പ്രചരിക്കുന്നതിന് മുമ്പായിരുന്നു. ഇതുപോലെ തന്നെയാണ് മറ്റുള്ള സംഭവങ്ങളും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കാരണം ഇപ്പോ അത് വിശദീകരിക്കാനുള്ള സമയമല്ലല്ലോ. ഒറ്റ മറുപടിയിൽ ഞാൻ അത് ഒതുക്കുന്നു. വദാലിക ഖബ്ല അൻ യഫ്ശുവൽ ഇസ്ലാം. ഇമാം ബുഖാരി 566 നമ്പറായ ഹദീസിൽ തന്നെ ആ സംഭവം പറയുന്നുണ്ട്. ഇസ്ലാം പ്രചരിക്കുന്നതിന്റെ ആദ്യകാലത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു, നായകൾ പോലും പള്ളിയിലേക്ക് പോയ സംഭവങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അവരതൊന്നും തടഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നായകളെ പള്ളിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അതൊരിക്കലുമില്ലല്ലോ. അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത് വരുന്നത് തടയാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷേ ഹദീസുകൾ മനസ്സിലാക്കാത്തത് കൊണ്ടുവന്ന ഒരു അബദ്ധമാണെന്ന് മാത്രമേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. പിന്നീട് ഒരു സംഭവമായി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം വന്നു എന്നത് ഇഅ്തികാഫിനെ കുറിച്ചാണ്. മസ്ജിദുൽ ഹറാമിലായിരുന്നു. പിന്നീട് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം മസ്ജിദുൽ ഹറാമിലാണ് ഇഅ്തികാഫ് ഇരുന്നത് എന്നുണ്ടോ? ഇല്ല. മറിച്ച് അവരുടെ വീടുകളിലെ പള്ളിയിൽ ഇരുന്നിട്ടുണ്ടായിരിക്കാം. അത് മറ്റൊരു വിഷയമാണ്. അത് നമ്മുടെ തർക്കത്തിലുള്ള വിഷയമല്ല. സ്ത്രീകൾക്ക് അവരുടെ വീടുകളിൽ പള്ളിയായി വഖഫ് ചെയ്ത് അവിടെ ഇരുന്നതിന് എന്താ കുഴപ്പം? നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമുള്ള സംഗതിയല്ല. പക്ഷേ നമ്മുടെ തർക്കം പള്ളിയിലേക്ക് പുറപ്പെട്ടു പോകലാണ് നമ്മുടെ വിഷയം. പുറത്തുള്ള പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകാമോ? പുറത്തു പോകൽ വിഷയം എഴുതിയപ്പോൾ ശ്രദ്ധിക്കണം. പള്ളിയിലേക്ക് പോകൽ, ആ പോകുന്നതിന്റെ ഹുക്കം എന്താണ് എന്നതാണ് തർക്ക വിഷയം. നമ്മൾ കൃത്യമായി വിഷയം മനസ്സിലാക്കിയിട്ട് വേണം അതിനോട് പ്രതികരിക്കാനെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ ആ പള്ളിയിൽ പോയതിനെ കുറിച്ച് പറഞ്ഞു. വകാന ഉമർ യക്റഹു ദാലിക, ഉമർ റളിയല്ലാഹു അത് വെറുത്തിരുന്നു. ആ പുണ്യമുള്ള കാര്യം ഉമർ റളിയല്ലാഹു വെറുത്തുവെന്നു. ഉമർ റളിയല്ലാഹുവിനെ പിന്തുടരുവാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ കൽപ്പിച്ചത്. അതേ ആതിക ബീവി തന്നെ പിന്നീട് ആ സത്യം മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറിയിട്ടുമുണ്ട്. അത് പക്ഷേ ഇവർ മൂടിവെക്കുകയാണ് ഉണ്ടായത്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തർക്ക വിഷയമുള്ളത് അത് ഇമാം ഷാഫിഈ ഈ വിഷയകമായി എന്തു പറഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം ആരാണ് ഇമാം ഷാഫി എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. 7-ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി 10-ാം വയസ്സിൽ 10,000-ഓളം ഹദീസുകളുള്ള മഹാനായ മാലിക് റളിയല്ലാഹുവിന്റെ മുവത്ത 3 ദിവസം കൊണ്ട് മനഃപ്പാഠമാക്കിയ മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി കഴിഞ്ഞില്ല. ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് ഔസത്ത് എന്ന കിതാബ് ഒറ്റ രാത്രി കൊണ്ടാണ് മനഃപ്പാഠമാക്കിയത്. ലക്ഷക്കണക്കായ ഹദീസുകൾ മനഃപ്പാഠമാക്കിയ മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് അവിടുന്ന് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നതാണ് നമ്മൾ അറിയേണ്ടത്. ഖുർആനും സുന്നത്തുമാണ് പ്രമാണം എന്നിവിടെ പറഞ്ഞു. നമ്മളും അത് തന്നെയാണ് പറയുന്നത്. ഖുർആനും സുന്നത്തുമാണ് പ്രമാണം. അതനുസരിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയുമോ? ഈ ഖുർആനും സുന്നത്തും നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? മുജാഹിദ് മനസ്സിലാക്കി. നമ്മളൊരു ഹദീസ് കാണുന്നു, സ്ത്രീകൾ പള്ളിയിൽ പോയി, എന്നാൽ നമുക്കും പള്ളിയിൽ കൊണ്ടുപോകാം. അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. മറിച്ച് നമ്മൾ
ഹദീസുകൾ മുഴുവനും കണ്ടിട്ടില്ല. നമ്മൾ അറിവ് കുറഞ്ഞവരാണ്. ലക്ഷക്കണക്കായ ഹദീസുകൾ മനഃപ്പാടമാക്കി അതിന്റെ ലാഹിറും അതിന്റെ ബാത്തിനും, അതിലെ മുഹ്കമും അതിലെ മുത്തശാബിഹും, അതിലെ ഓരോ ആമും അതിലെ ഖാസും, അതിലെ നാസിഖും അതിലെ മൻസൂഖും എല്ലാം മനസ്സിലാക്കിയ പണ്ഡിത ശ്രേഷ്ഠരായ ആളുകൾ നമുക്ക് മുമ്പേ നടന്നു പോയിട്ടുണ്ട്. വിനയമാണ് വേണ്ടത്, ഹുങ്കാരമല്ല വേണ്ടത്. അതുകൊണ്ട് തന്നെ അവർ ഈ വിഷയത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള ഒരു മനോഗതിയാണ് നമുക്ക് വേണ്ടത്. ലോകത്ത് 90% ആളുകളും ആ ആശയം അംഗീകരിക്കുന്നവരാണ് മുസ്ലിമീങ്ങളിൽ. നോക്കൂ നിങ്ങൾ, സവാദുൽ ആലമിനെ പിൻപറ്റണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. മുഖ്യധാര ഇസ്ലാം അതാണ്. കാരണം അവരൊക്കെ മഹാന്മാരായ ആളുകൾ ഏതൊരു നിലപാട് സ്വീകരിച്ചോ അതിന് പ്രാവീണ്യമുള്ള ആളുകളാണെന്ന് ഗവേഷണപ്പെടുക്കളായ ആളുകളാണ് 4 മദ്ഹബിന്റെ ഇമാമുകളെ കുറിച്ചും ആർക്കും തർക്കമില്ലല്ലോ. അപ്പോൾ ആ ഒരു നിലപാട് സ്വീകരിക്കുക, അതാണ് ഖുർആനും ഹദീസും മനസ്സിലാക്കുവാൻ ഏറ്റവും എളുപ്പമായ ശരിയായ മാർഗമെന്ന് ആർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫിയുടെ 120ഓളം കിതാബുകൾ 54 വയസ്സിനുള്ളിൽ എഴുതി തീർത്ത മഹാനായ ഇമാം ഷാഫി, അതിൽപ്പെട്ട ഒരു കിതാബാണ് അർ-റിസാല എന്ന കിതാബ്. ആ കിതാബ് തന്റെ ശിഷ്യനായ മുസ്ലി ഇമാം 500 തവണ വായിച്ചു നോക്കി. ഓരോ തവണയും എനിക്ക് പുതിയ പുതിയ ഇൽമുകൾ കിട്ടിയെന്ന് ഇമാം മുസ്ലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അങ്ങനെയുള്ള ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു? അതാണ് എന്റെ വിഷയം. അതിലേക്ക് ഞാൻ വരട്ടെ. ആദ്യമായി പറയുന്നു, ജുമുഅ അത് സ്ത്രീകൾക്ക് നിർബന്ധമല്ല. ഒന്നാമത്തെ വാദം, ജുമുഅ സ്ത്രീകൾ ഓരോന്നായി പറയാം, ചിരിക്കാനിരിക്കട്ടെ, ഓരോന്നായി പറയാം. വലം നഅലം മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീൻ, ഉമ്മഹാത്തിൽ മുഅ്മിനീകളിൽ നിന്ന് നാം അറിയുന്നില്ല ഇംറഅത്തൻ ഒരു സ്ത്രീയെയും ഖറജത് ഇലാ ജുമുഅത്തിൻ വലാ ജമാഅത്തിൻ ഫീ മസ്ജിദിൻ. ആരാ പറയുന്നത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഇല്ല, ഉമ്മഹാത്തിൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരാളും നാം അറിയുന്നില്ല അവർ പോയിട്ടില്ല. ഇലാ ജുമുഅത്തിൻ ഒരു ജുമുഅക്കും പോയിട്ടില്ല, വലാ ജമാഅത്തിൻ ഒരു ജമാഅത്തിനും പോയിട്ടില്ല, ഫീ മസ്ജിദിൻ ഒരു പള്ളിയിലും പോയിട്ടില്ല. ആരാ പറയുന്നത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. വഅസ്വാജു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരല്ലേ, ബിമകാനിഹിന്ന മിൻ റസൂലില്ലാഹി ഔലാ ബിഅദാഇൽ ഫറായിദ്, അവരല്ലേ ഫർള് നിർവഹിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത്, അവര് പോയിട്ടില്ല. വലം യുർഫഅൻഹുന്ന മിനൽ ഫറായിദ് ശൈഉൻ, അവർക്ക് പ്രത്യേകമായി ഫർളിൽ എന്തെങ്കിലും ഒരു റിഡക്ഷൻ ഉണ്ടോ? അതുണ്ടായിട്ടില്ലല്ലോ. മാത്രമല്ല വലം നഅലം അഹദൻ ഔജബ ദാലിക അലന്നിസാഇ ഇത്യാനൽ ജുമുഅ, എന്നാൽ ജുമുഅക്ക് വരൽ നിർബന്ധമാണെന്ന് ആരെങ്കിലും പറഞ്ഞതായി നമുക്കറിയില്ല. അത്ഭുതം എന്നേ പറയണ്ടു. കുല്ലുൻ റവാ അന്നൽ ജുമുഅത അലാ കുല്ലി അഹദിൻ ഇല്ല ഇംറഅ ഔ മുസാഫിറൻ ഔ അബ്ദൻ. മാത്രമല്ല റിവായത്തുണ്ടല്ലോ എന്ത്, സ്ത്രീക്ക് ജുമുഅ നിർബന്ധമില്ല എന്ന്. എന്നാൽ നിങ്ങൾക്ക് അത്ഭുതം കേൾക്കണോ? ഈ മുജാഹിദുകളുടെ നേതാവായ MCC അഹ്മദ് മൗലവി എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു ജുമുഅക്ക് വരെ സ്ത്രീകൾക്ക് നിർബന്ധമാകുന്നു. കഴിഞ്ഞില്ല, നിർബന്ധമാകുന്നു എന്ന് മാത്രമല്ല, ആരെങ്കിലും ജുമുഅക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്ക് പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവരെ അടിച്ചുകൊണ്ട് കൊണ്ടുവരേണ്ടത് ദീനറിയുന്ന ആണുങ്ങളുടെ ബാധ്യതയാകുന്നു. കഴിഞ്ഞില്ല, നിങ്ങൾക്ക് അത്ഭുതം തോന്നും. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോലെ ആണിനും പെണ്ണിനും അനിവാര്യമാണ്. പോയിട്ടില്ലെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ തിരസ്കരിക്കലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ തിരസ്കരിച്ചാൽ കാഫിറാകുമെന്നാണ് അർത്ഥം. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ഉപേക്ഷിച്ച് അങ്ങനെ പള്ളിയിലേക്ക് സ്ത്രീകൾ പോവാതിരുന്നാൽ അവർ കാഫിറുകളാകുന്നു. ആരാ പറയുന്നത്? MCC അഹ്മദ് മൗലവി. ആ കാഫിറുകളാണ് എന്ന് പറഞ്ഞ കാഫിറുകളാണ് എന്ന് നേരത്തെ പറഞ്ഞ മുജാഹിദുകൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നറിയുമോ? ഇത് ഇസ്ലാഹി സെന്റർ പ്രസിദ്ധീകരിച്ച ANMന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇസ്ലാഹി സെന്റർ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അതിൽ പറയുന്നു 198-ാമത്തെ പേജിൽ സ്ത്രീകൾക്ക് വീട് തന്നെ ഉത്തമം. സ്ത്രീകൾക്ക് വീട് തന്നെ ഉത്തമം. സ്ത്രീകൾ പള്ളിയിൽ നിസ്കരിക്കാമെങ്കിലും വീട് തന്നെയാണ് സ്ത്രീകൾക്ക് കൂടുതൽ ഉത്തമം. ഉമ്മു ഹുമൈദ് സായിദി എന്ന സ്ത്രീ പ്രവാചക സന്നിധിയിൽ വന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, താങ്കളുടെ കൂടെ നിസ്കരിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് എന്റെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെന്നത് എനിക്കറിയാമെങ്കിലും നിനക്ക് നിന്റെ വീട്ടിലുള്ള നിസ്കാരമാണ് നിന്റെ പള്ളിയിലുള്ള നിസ്കാരത്തിനേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞു. എന്നിട്ട് ശേഷം അതിക്കുറിപ്പിൽ പറയുന്നു, പള്ളിയിൽ വെച്ചുള്ള ജമാഅത്തുകൾക്ക് വലിയ പ്രതിഫലമുണ്ടായിട്ടും സ്ത്രീകളുടെ നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ചതാകുന്നതാണ് ഉത്തമമെന്ന് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. 2008-ലെ KNMന്റെ ഔദ്യോഗിക KNMന്റെ കീഴിലുള്ള ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്. അപ്പോ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ കാഫിറാകുമെന്ന്
ഉത്തമമെന്ന് പറഞ്ഞവൾ ഇപ്പോൾ സ്ത്രീകൾ പള്ളിയിൽ നിസ്കരിക്കലല്ല വീട്ടിൽ നിസ്കരിക്കലാണ് ഉത്തമമെന്ന് പറയുന്നു. ആർക്കാണ് നിലപാടിൽ മാറ്റമുണ്ടായത്? നിങ്ങൾ മനസ്സിലാക്കണം. നിലപാടിലെ മാറ്റം ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവിടെ ഉമർ മൗലവി പറഞ്ഞു നിർബന്ധമില്ല. സംവാദത്തിന് വ്യവസ്ഥ എഴുതിയപ്പോ പൈങ്ങോട്ടൂർ സംവാദത്തിന്റെ വ്യവസ്ഥയാണ് എന്റെ കയ്യിലുള്ളത്. നോക്കൂ നിങ്ങൾ, പൈങ്ങോട്ടൂരിൽ വെച്ച് പറഞ്ഞത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോൽ അനുവദനീയമാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു, അനുവദനീയമെന്ന് പറഞ്ഞാൽ എന്താണ്? സുന്നത്താണെന്നാണോ വാജിബാണെന്നാണോ? അതല്ല വെറും മുബാഹ്, കൂലിയില്ല ശിക്ഷയില്ല, അതാണോ? അപ്പൊ അവര് പറഞ്ഞു അത് എന്താണെന്നറിയുമോ, അത് അനുവദനീയമെന്നത് മുബാഹ് എന്നതിന്റെ മലയാള പരിഭാഷയാണ്. അതായത് കൂലിയില്ല കുറ്റമില്ല. പൈങ്ങോട്ട് സംവാദത്തിന്റെ വ്യവസ്ഥയാണ് എന്റെ കയ്യിലുള്ളത്. ആർക്കാണ് നിലപാടിൽ മാറ്റമുണ്ടായത്? പറയണം നിങ്ങൾ. കഴിഞ്ഞല്ല ഇവിടെ വ്യവസ്ഥ എഴുതിയപ്പോഴോ പുതിയ വാദവുമായാണ് വന്നത്. എന്താ? അത് മുബാഹുമാണ് പുണ്യവുമാണ്. അന്തമുള്ള ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അങ്ങനെ പറയുമോ? മുബാഹ് കൂലിയില്ല കുറ്റമില്ല, പിന്നെ പുണ്യോ കൂലിയുണ്ട് താനും. ഇങ്ങനൊരു വാദം, ഒരു വിചിത്രമായ വാദമാണ് ഇവിടെ ഉന്നയിച്ചത്. ഇങ്ങനെ വ്യവസ്ഥകളിൽ നിലപാടുകളിൽ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നവർ, ഞങ്ങൾക്ക് നിലപാടിൽ എവിടെയാണ് മാറ്റം സംഭവിച്ചത്? ഞങ്ങൾ അന്ന് പറഞ്ഞതും പുണ്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നതും പുണ്യമില്ല. പക്ഷെ പുണ്യമില്ലാത്ത കാര്യം ചിലപ്പോൾ ഹറാമാകാം, ചിലപ്പോൾ കറാഹത്താകാം. അതാണ് മഹാനായ പി ഉസ്താദ് ഹറാമാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ ആ നിലപാടിൽ തന്നെയാണുള്ളത്. പക്ഷേ അത് നിബന്ധനകളുണ്ട്. മൊത്തത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയി നിസ്കരിക്കൽ, അതിന്റെ വിധി അതാണ് ഞങ്ങൾ പറഞ്ഞത്. പുണ്യമില്ലാത്തത് ചിലപ്പോൾ ഹറാമാകാം, ചിലപ്പോൾ കറാഹത്താകാം. അതിൽ നിലപാടിൽ മാറ്റമില്ല. പക്ഷെ നിങ്ങൾക്ക് നിലപാടിൽ മാറ്റമുണ്ടായി. ഞാൻ പറയുന്നു, ഷാഫി ഇമാം രണ്ടാമതായി പറഞ്ഞത് എന്താ? നിർബന്ധമില്ല എന്ന് പറഞ്ഞു. പിന്നെയോ സുന്നത്തുമില്ല. തെളിവ് പിടിച്ചോ? വഖദ് കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉൻ മിൻ അഹ്ലി ബൈത്തി. അല്ലാഹുവിന്റെ റസൂലിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നല്ലോ. വബനാത്തി, പെൺകുട്ടികളുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ മൗലയാത്തി, അവിടുന്ന് അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നല്ലോ. വഖദമിഹി, വൃത്തികളുണ്ടായിരുന്നുവല്ലോ. വഖദമി അഹ്ലി ബൈത്തിഹി, അഹ്ലി ബൈത്തിലും വൃത്തികൾ ഉണ്ടായിരുന്നുവല്ലോ. ഫമാ അലിംതുന്ന മിൻഹുന്ന ഇംറഅതൻ, പക്ഷേ എനിക്കറിയില്ല ഇംറഅതൻ, ഒരു പെണ്ണിനെയും അറിയില്ല. ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ, ഏതെങ്കിലും ഒരു ജുമുഅക്ക് പങ്കെടുത്തതായി എനിക്കറിയില്ല. നബിയുടെ ഭാര്യമാർ മാത്രമല്ല, പെൺകുട്ടികൾ മാത്രമല്ല, വൃത്തികൾ മാത്രമല്ല, അവിടുത്തെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു പെണ്ണും ഒരു ജുമുഅക്കും ഒരു ജമാഅത്തിനും പോയിട്ടില്ല എന്ന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. കഴിഞ്ഞില്ല, വലാ ഇലാ ജമാഅത്തിൻ വൈരിഹ, തീലയിലും രാത്രി പോയിട്ടില്ല, ഔനഹാരിൻ പകലിലും പോയിട്ടില്ല, വലാ ഇലാ മസ്ജിദ് ഖുബാ, ഖുബാ മസ്ജിദിലും പോയിട്ടില്ല. ഫഖദ് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റാഖിബൻ വമാശിയ, വലാ ഇലാ വൈരിഹി മിനൽ മസാജിദ്, മറ്റു ഒരു പള്ളിയിലും പോയിട്ടില്ല. എന്നിട്ട് ഷാഫി ഇമാം പറയാ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്ക് പുണ്യം ഉണ്ടായിട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു പറയാ, അതുകൊണ്ട് വബിഹിയായാലും ഏറ്റവും പുണ്യം അറിയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരല്ലേ. വഅന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൽ യദഅമുറഹുന്ന ബിമാ യജിബു അലൈഹിന്ന, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് അവർക്ക് നിർബന്ധമുള്ള ഒരു കാര്യം കൽപ്പിക്കാതിരിക്കുകയോ? ഞാനത് വിശ്വസിക്കുന്നില്ല. വഅലൈഹിന്ന, അവരുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് നിർബന്ധമുള്ള കാര്യം അവരോട് നിർദ്ദേശിക്കാതിരിക്കുകയോ? ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞില്ല, വമാലഹുന്ന ഫീഹി മിനൽ ഖൈർ, നന്മയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പോകാൻ പറയില്ലേ? പോയിക്കോ, നീ പോയിക്കോ എന്ന് പറയുമായിരുന്നില്ലേ? ഉണ്ടായിട്ടില്ല. വഇല്ലം യജിബാലിന് നിർബന്ധമില്ല, എന്നാ ഒരു പുണ്യെങ്കിലും ഉണ്ടെങ്കിൽ എന്നാ അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നില്ലേ? അതുകൊണ്ട് സുന്നത്തുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, കമാ അമറഹു നബി സ്വദഖാത്ത്, സ്വദഖ കൊടുക്കാൻ പറഞ്ഞില്ലേ? സുന്നത്തല്ലേ. വസുനൻ, ഒരുപാട് സുന്നത്തുകൾ പറഞ്ഞില്ലേ? കൂട്ടത്തിൽ നീ പള്ളിയിൽ പോയിക്കോ എന്ന് പറഞ്ഞോ? ഇല്ല. അതുകൊണ്ട് നിർബന്ധമില്ല, സുന്നത്തുമില്ല. വലൈസ ഫീ ഖുറൂജിഹാ അയ്യു ഫളിൽ. അടുത്ത പോയിന്റ് എന്ത്? പുണ്യവുമില്ല, സുന്നത്തില്ല എന്ന് മാത്രമല്ല, സാങ്കേതികമായ സുന്നത്തില്ല എന്ന് മാത്രമല്ല, ഒരു നിരക്കുള്ള ഒരു മഹത്വവും ഒരു പുണ്യവുമില്ല. മഹാനായ ഇമാം ശാഫിഈ എനിക്കറിയില്ല മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ, സലഫുൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ, മുൻഗാമി സലഫികൾ എന്നല്ലേ പറയുന്നത്, പക്ഷേ സലഫുകളിൽ ഏതെങ്കിലും ഒരാൾ അറിയില്ല എനിക്ക്. എന്ത്? അവർ കൽപ്പിച്ചു, ജുമുഅക്കും ജമാഅത്തിനും വരേണ്ട എന്ന് കൽപ്പിച്ചതായിട്ട്, എനിക്ക് വരാൻ വേണ്ടി കൽപ്പിച്ചതായിട്ട് എനിക്കറിയില്ല. മിൻ ലൈലിൻ, രാത്രിയോ, വലാനഹാരിൻ, പകലുമോ, വല്ല മഹത്വവും വല്ല പുണ്യവും അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അമറൂഹുന്ന ബിഹി, കൽപ്പിക്കുമായിരുന്നില്ലേ? ആരാ പറയുന്നത്? 10,000 കണക്കിന് ഹദീസുകൾ 3 രാത്രി കൊണ്ട് മനഃപ്പാടമാക്കിയ ഇമാം ശാഫിഈ
റളിയല്ലാഹു അൻഹു ഒരു ഹദീസിന്റെ സനദ് പോലും അറിയാത്ത ആളുകളാണോ ഇമാം ഷാഫിയെ ഗണ്ണിക്കാൻ വരുന്നത്? ഫീഹി ഇല്ലത്താനി എന്ന് പറയുമ്പോ അത് മഹാനായ അൽബാനി പോലും ആരെക്കുറിച്ചാ പറഞ്ഞത്? ഏത് ഹദീസിനെ കുറിച്ചാ പറഞ്ഞത്? മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. നമുക്കറിയാം ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹു റസൂലിന്റെ ഖബറിന്റെ അരികിൽ വന്ന് യാ മുഹമ്മദ് എന്ന് വിളിക്കുന്ന ഹദീസിനെ കുറിച്ചല്ല. എന്നിട്ട് അതുപോലും തിരിയാത്ത ആളുകളാണ് ഇപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് ഗണ്ണിക്കാൻ വരുന്നത്. നോക്കൂ നിങ്ങൾ, കാലമേനിന്റെ വികൃതികൾ എത്രമാത്രം കൗതുകകരമായിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, വലൈസ ഫീ ഖുറൂജിഹ അയ്യു ഫളിൻ. നോക്കൂ, ലം യഅ്ദൻ ലഹു സലഫു, കഴിഞ്ഞില്ല. ലം യഅ്ദൻ ലഹു സലഫു, സലഫുകൾ അതിന് അനുവാദവും കൊടുത്തില്ല. പുണ്യമില്ല എന്ന് മാത്രമല്ല അനുവാദവും കൊടുത്തില്ല. ഇബാറത്ത് വായിക്കട്ടെ, വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫളുൻ, വല്ല പുണ്യവുമുണ്ടെങ്കിൽ അമറൂഹുന്ന ബിഹി, സലഫുകൾ കൽപ്പിക്കില്ലേ? വ അദിനൂ ലഹുന്ന, അവര് സമ്മതം കൊടുക്കില്ലേ? സമ്മതം കൊടുത്തിട്ടില്ല. ആര്? സലഫു സ്വാലിഹീകളൊന്നും തന്നെ സ്ത്രീകളെ പള്ളിയിൽ കൊണ്ട് പോകാൻ സമ്മതം കൊടുത്തിട്ടില്ല. ആരാ പറയുന്നത്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. കഴിഞ്ഞില്ല, ലൈസ അലൽ വലിയ്യൽ ഇദ്നു. ഈ ആദ്യം പറഞ്ഞ എന്റെ ഇബാറത്തുകള് ശേഷമുള്ളതാണ് ഷാഫി മാവിന്റെ ഞാൻ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞ ലൈസ അലൽ ഇദ്നി അലൽ വലിയ്യൽ ഇദ്നു. അത് ഇനി വലിയന് അങ്ങനെ സമ്മതം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതുമില്ല. ഇമാം ഷാഫി പറയുന്നു, മാലിംതു അഹദൻ മിനൽ മുഫ്തീന, ഏതെങ്കിലും ഒരു ഫത്വ കൊടുക്കുന്ന ആളുകളെ എനിക്കറിയില്ല. യുഖാലിഫു, ഭിന്നാഭിപ്രായമുള്ളതായിട്ട് ഏത് വിഷയത്തിൽ? ഫി അൻ ലൈസ അലർ റജുലി, മനുഷ്യന്റെ മേലിലില്ല, പുരുഷന്റെ മേലിലില്ല. അൽ ഇദ്നു, അനുവാദം കൊടുക്കൽ. ലിംറാത്തിഹി, പെണ്ണിന്. ഇലാ ജുമുഅത്തിന്, ഏതെങ്കിലും ജുമുഅക്ക്. ഫലാ ജമാഅത്തിന്, ഏതെങ്കിലും ജമാഅത്തിന്. ഏതെങ്കിലും ഒരു ജമാഅത്തിന് പോകാൻ പെണ്ണിന് അനുവാദം കൊടുക്കേണ്ടതുണ്ടെന്ന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞതായി എനിക്കറിയില്ലെന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി. ഇവരെ മൗലവി എന്താ പറഞ്ഞത്? പോയിട്ടില്ലെങ്കിൽ പെണ്ണിനെ അടിച്ച് പള്ളിയിൽ കൊണ്ടുപോവേണ്ടത് ബാധ്യതയാണ്, അല്ലെങ്കിൽ പെണ്ണും കാഫിറാവും ആണും കാഫിറാവും. എന്താ കാര്യം നോക്കൂ നിങ്ങൾ. കഴിഞ്ഞില്ല, അവിടെ നിർത്തിയില്ല ഇമാം ഷാഫി. എന്നിട്ട് പറയുന്നു, വലിൽ വലിയ തടയേണ്ടതുണ്ട്, തടയാം. ആർക്ക്? വലിൽ വലിയ, വലിയനുണ്ട് യംനഅഹ, അവളെ തടയാം. ലാ യജൂസു ലഹു അൻ യംനഅഹ മസ്ജിദല്ലാഹിൽ ഹറാം, മസ്ജിദുൽ ഹറാം തടയാൻ പാടില്ല. എന്തിനു വേണ്ടി? ലിഫരീളത്തിൽ ഹജ്ജ്, ചിരിക്കാൻ വരട്ടെ, ലിഫരീളത്തിൽ ഹജ്ജ്, ഫർളായ ഹജ്ജ്, ഫർളായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മസ്ജിദുൽ ഹറാം തടയാൻ വേണ്ടില്ല. പക്ഷേ വലഹു, വലഹു അവൻ അനുവദനീയമാണ്. അൻ യംനഅഹ, അവളെ തടയൽ, മിൻഹു, ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പോലും തതവ്വുഅൻ, സുന്നത്തായ ഹജ്ജ് നിർവഹിക്കാൻ, സുന്നത്തായ ഹജ്ജ് നിർവഹിക്കാൻ പോലും തടയാം. വമിനൽ മസാജിദ് ഗൈരിഹി, മറ്റുള്ള എല്ലാ പള്ളികളിൽ നിന്നും തടയാം. ആരാ പറയുന്നത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അപ്പൊ പിന്നെ ഒരു സംശയം, അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ലാ തബ്നഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. അത് ഞങ്ങളുടെ ഹദീസല്ലേ? അതല്ലേ ഞാനത് ആദ്യമായി ഓതിയത്? ഫമാനൽ ഹദീസ്, ഹദീസിന്റെ അർത്ഥം എന്താ? ഫൈദാ ഖുൽതു ലാ യംനഉഹാ മിനൽ, ലാ യംനഉഹാ അൽ ഫരീളത മിനൽ ഹജ്ജ്, ഹജ്ജിൽ നിന്നുള്ള ഫർളായ ഹജ്ജ് തടയരുത് എന്ന് പറയുമ്പോ ഫലം ഉഖാലിഫ്, ആരാ പറയുന്നത്? പറയാൻ അധികാരമുള്ള ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലം ഉഖാലിഫ്, അപ്പോൾ ഞാൻ എതിരാകുന്നില്ല. അൽ ഹദീസ, ഹദീസിനോട്. എന്താ ഹദീസ്? ബൽ ഹുവ ലാഹിറുൽ ഹദീസ്, എന്റെ വാദമാണ് ഹദീസിന്റെ ലാഹിറിനോട് ഏറ്റവും യോജിച്ചത്. ആരാ പറയുന്നത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. എന്താ ഹദീസ് എന്നറിയുമോ? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ മുഴുവൻ പള്ളികളെയും നിങ്ങൾ ഇമാമിന് തടയരുത്. അടിമ സ്ത്രീകൾക്ക് എല്ലാ പള്ളികളും കൂടി തടയരുത്. എല്ലാ പള്ളികളും കൂടി തടയരുത് പറഞ്ഞാൽ എല്ലാ കുട്ടികളും വന്നിട്ടില്ല കോളേജിൽ, കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് എന്നതിന്റെ അർത്ഥം. എല്ലാ കുട്ടികളെയും കൂടി അടിക്കല്ലേ, കുറച്ച് കുട്ടികളെ അടിക്കാൻ. ആരാ പറയുന്നത്? തിരിയാത്ത ആളുകൾ ഇളിക്കും, ശരിയാണ്. പക്ഷെ അന്തമുള്ള ആളുകളുണ്ട്. ഇത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത്. ദലാലത്തുൻ അലാ അന്ന ലഹും മൻഅഹുന്ന, ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നു, ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നു അന്ന ലഹും മൻഅഹുന്ന, അന്ന ലഹും മൻഅഹുന്ന, അവർക്ക് തടയാൻ പറ്റും. കാരണം എന്താ? എല്ലാ പള്ളികളും കൂടി തടയരുത്. ഈ പള്ളിയാണ് എന്താണ്? അത് ഖാസാണ്. ഈ ഹദീസിലെ പ്രമേയം ഖാസാണ്. അതുകൊണ്ട് ഈ ഹദീസിൽ പറയുന്നത് മസ്ജിദുൽ ഹറാം തടയരുത് എന്നാണ്. എല്ലാ പള്ളികളും കൂടി തടയാന്നുണ്ടെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ പെടും. അപ്പൊ ചില പള്ളികൾ തടയാം, ചില പള്ളികൾ തടയരുത് എന്നാണ് ഹദീസിന്റെ അർത്ഥം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് മസ്ജിദുൽ ഹറാം തടയരുത് എന്നാണ്. എന്നിട്ട് പറയുന്നു, ഇതൊക്കെ ഷാഫി ഇമാം ഒരു ഹദീസ് കിട്ടിയപ്പോൾ പറഞ്ഞതായിരിക്കും. അല്ല, അല്ല, ഇമാം ഷാഫി
ഷാഫി പറയുന്നു, ഞാനിത് വെറുതെ പറഞ്ഞതല്ല. അഖ്ബറനാ ബഅ്ദു അഹ്ലിൽ ഇൽമി അൻ മുഹമ്മദ് ഇബ്നു അംദ് ഇബ്നു അൽഖമത അൻ നബി സല്ലമത അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ് വഇദാ ഖറജന ഫല്യഖ്റുജ്ന തഫിലാത്തിൻ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഹദീസിലുണ്ട്. ഖാല റബീഉ ലാ യതതയ്യബന എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് ഷാഫി അടുത്ത ഹദീസ് ഉദ്ധരിക്കുന്നു. അഖ്ബറനാ സുഫിയാൻ അൻ സുഹ്രി അൻ സാലിം അൻ നബി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ ഇസ്തഅദനത ഇംറഅതു അഹദികും മിനൽ മസ്ജിദ് ഫലാ യംനഉഹാ. ഖാല ഷാഫി രണ്ട് ഹദീസും വെച്ചിട്ട് ഷാഫി ഇമാം പറയാ വഹാദാ ഹദീസുൻ കല്ലമനാ ഫീഹി ജമാഅത്തു മിനൻ നാസ്. ഈ ഹദീസിനെ കുറിച്ച് കുറെ ആളുകൾ എന്നോട് ചോദിച്ചു. ഈ കലാമി ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. ഖദ് ജഹത്തു, ഞാൻ വളരെ അങ്ങേയറ്റത്തെ പരിശ്രമം നടത്തി. ആരാ? 3 ദിവസം കൊണ്ട് 10,000 ഹദീസുകൾ സനദ് സഹിതം പഠിച്ച ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ലോകത്തെ 23% മുസ്ലിമീങ്ങൾ ഇന്നും ഷാഫി ഇമാമിന്റെ ഫിഖ് അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ്. ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരുപാട് തവണ ആഴത്തിൽ ഇറങ്ങി അന്വേഷണം നടത്തി. എന്നിട്ട് ഞാൻ പറയുന്നു, അതിൽ ഞാൻ ഒരുപാട് പഠന മനന ഗവേഷണങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഞാനിത് പറയുന്നത്. എന്ത്? പെണ്ണിന് പള്ളിയിൽ നിന്ന് തടയാമെന്നാണ്. ഇപ്പൊ വിളിച്ച ആളുകൾ കുറച്ചു പോയിട്ടൊന്ന് ആലോചിച്ചാൽ മതി, അപ്പൊ മനസ്സിലാകും എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യമെന്ന്. ഇപ്പൊ തിരിയൂല. കാരണം പ്രിജുഡീസ്ഡ് മൈൻഡാണ്. ആരെയാ തക്ലീദ് ചെയ്യുന്നതെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഞങ്ങൾ ഇമാം ഷാഫിയുടെ തക്ലീദ് ചെയ്യുന്നു. നിങ്ങളോ? നമുക്കറിയാം ഖുർആനും സുന്നത്തുമാണ് പ്രമാണം എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. ഖുർആനും സുന്നത്തും അനുസരിച്ച് തന്നെയാണ് ജീവിക്കേണ്ടത്. ഞങ്ങൾ പറയുന്നു ഇമാം ഷാഫി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ചാണ് ജീവിക്കേണ്ടത്. നിങ്ങൾ പറയുന്നു നിങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ചാണ് ജീവിക്കുന്നത്. ഞാൻ കരളുള്ള ഹൃദയമുള്ള മനസ്സുള്ള എന്റെ മുജാഹിദ് സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് സുബഹി നിസ്കരിച്ചല്ലോ 2 റക്അത്ത്. സുബഹി 2 റക്അത്താണെന്ന് ഹദീസിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ നിസ്കരിച്ചത്? അല്ല. നിങ്ങൾ വുളു എടുത്തല്ലോ, വുളു എടുത്തപ്പോ ഓരോ അവയവങ്ങളും കഴുകിയല്ലോ, അതൊക്കെ ഹദീസിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ചെയ്തത്? അല്ല. നിങ്ങളുടെ മൗലവിമാർ അവരുടെ പുസ്തകങ്ങൾ എഴുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നിങ്ങൾ അവരെ തക്ലീദ് ചെയ്യുന്നു. ഞങ്ങൾ ഇമാം ഷാഫിയെ തക്ലീദ് ചെയ്യുന്നു. ആരാ നിങ്ങളുടെ മൗലവിമാരെന്നറിയുമോ? പള്ളിയിൽ പോകാത്ത സ്ത്രീയും അതുപോലെ തന്നെ ആണും അവർ കാഫിറുകളാണ് എന്ന് പ്രഖ്യാപിച്ചവരായ ആളുകൾ, അവരെ പള്ളിയിലേക്ക് കൊണ്ടുപോകൽ നിർബന്ധമാണെന്ന് പറഞ്ഞ ആളുകൾ, പിന്നീട് സുന്നത്താണെന്ന് പറഞ്ഞ ആളുകൾ, പിന്നെ സുന്നത്തും നിർബന്ധവുമില്ല കേവലം മുബാഹ് മാത്രമാണെന്ന് പറഞ്ഞ ആളുകൾ, അത് കഴിഞ്ഞിട്ട് മുബാഹും സുന്നത്തുമാണ് എന്ന വിചിത്രമായ വാദം പറഞ്ഞ ആളുകൾ, അതിന്റെ ശേഷം വീടാകുന്നു ഉത്തമമെന്ന് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നേർക്കുനേർ പറഞ്ഞ ആളുകൾ ആരാണ്? എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ പറഞ്ഞത് വളരെ ചുരുക്കി പറയുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹദീസ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകൾ പള്ളിയിൽ പോകരുത് അല്ലെങ്കിൽ സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകരുത് എന്ന് പറയുന്നത്? അത് ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അത് എന്താണ് അതിന്റെ കാരണം? ഖുർആനും സുന്നത്തും പഠിച്ച ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടുള്ളത്. ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുമല്ലോ, താതക്കും ഫീഹി അബദ ലമസ്ജിദുൻ മുസ്സസാല തഖ്വ മിൻ അവ്വലി യൗമിൻ ഹഖ്ഖു അൻ തഖൂമ ഫീഹി റിജാൽ. സ്ത്രീ പള്ളിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ 2 ആയത്തുകളാണ് കാണാൻ സാധിക്കുന്നത്. 2 ആയത്തിലും പള്ളികൾ ആരുടേതാണ്? അള്ളാഹുവിന്റേതാണ്. ആ പള്ളിയിൽ ആരാണ് വരേണ്ടതെന്ന് പറയേണ്ടത് ആരാണ്? അള്ളാഹു ആകുന്നു. അള്ളാഹു പറഞ്ഞു ഫീഹി റിജാലുൻ, അവിടെ പുരുഷന്മാരാണുള്ളത്. റിജാൽ നമുക്കറിയാം 4 അക്ഷരമാണല്ലോ റിജാൽ എന്നുള്ളതിൽ. നാസുൻ എന്ന് പറഞ്ഞാൽ 3 അക്ഷരം ഉണ്ടാകുമായിരുന്നുള്ളൂ. ആണും പെണ്ണും പെടും. പക്ഷേ അള്ളാഹു വിശുദ്ധ ഖുർആന്റെ ഡിക്ഷൻ അത്ഭുതകരമാണെന്ന് നമുക്കറിയാം. ഓരോ പദവും കൃത്യമായിട്ടാണ് അള്ളാഹു താല തെരഞ്ഞെടുക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ റിജാൽ എന്ന പദം വളരെയധികം കൃത്യമാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി എന്ത്? പെണ്ണുങ്ങളാണ്, ആണുങ്ങളാണ് പള്ളിയിൽ പോവേണ്ടത് എന്ന്.